സർഗാത്മകത കലയിലും ശാസ്ത്രത്തിലും. പാനലിസ്റ്റുകളായി എത്തിയിരിക്കുന്നത് ആനന്ദ് നാരായൺ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകനാണ്. മറ്റൊരാൾ അജയ് നരേന്ദ്രൻ, ബാംഗ്ലൂരിലെ സൃഷ്ടി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട്, ഡിസൈൻ ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. ദീപൻ ശിവരാമൻ, കേരളത്തിലെ നാടക സംവിധായകരിൽ നമ്മൾ കേട്ടിട്ടുള്ള നിരവധി പേരുകളിൽ നമ്മൾ ഏറ്റവും ഉയർന്നു കേട്ട ഒരു പേരാണ്. മോഡറേറ്റർ ആയിട്ടുള്ളത് TP വിനോദ്, ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. 4 പാനലിസ്റ്റുകളെയും ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെയൊരു പരിപാടിയിൽ, ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ആലോചിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്ത സംഘാടകർക്ക് സ്നേഹവും അഭിവാദ്യം അറിയിക്കുന്നു. കാര്യം, ഒന്ന് സയൻസ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് കലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ചർച്ച എന്ന് പറയുന്നത് കുറച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് ആളുകൾ ഒറ്റയടിക്ക് അതിനെ പെർസീവ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നു, നമ്മൾ സംസാരിച്ചതിൽ നിന്നും ഒക്കെ തോന്നുന്നൊരു കാര്യം, ഏറ്റവും പ്രസക്തമായൊരു വിഷയം കൂടിയാണിത്. അതായത് സർഗാത്മകത എന്നത് ശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുന്നതും കലയിൽ വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് സമാനതകളും ഒരുപാട് സമാന്തരങ്ങളും ഉണ്ട്. ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് കൊണ്ട് ഈ 2 മേഖലകൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്നും നമ്മൾ വളരെ ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റിയൊരു വിഷയമല്ല. അതിൻ്റെ തന്നെ സാധ്യതയും പരിമിതിയും കൂടിയാണ്. അപ്പോൾ ഒരു സയൻസ് ടോക്ക് ശ്രവിക്കുന്ന രീതിയിലല്ല ഇതിനെ ശ്രവിക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കുമെന്ന് അറിയാം. അപ്പോൾ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷനൊന്നുമില്ല. അപ്പോൾ അത് കലയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുമ്പോഴായാലും വ്യത്യസ്തമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളൊരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മൾ പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് സിമിലാരിറ്റീസ്, ഒരുപാട് സമാനതകൾ ഇതിനകത്തുണ്ട്. ഇപ്പം ശാസ്ത്രം നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡെഡ് ബോഡി ഓഫ് നോളജ് അല്ല, അതൊരു പ്രോസസ്സാണ്, എവർ ഇവോൾവിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. ശാസ്ത്രം, ഗവേഷണം, ശാസ്ത്രീയ രീതിയിലുള്ള അറിവിനായുള്ള അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. കലയും ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു സാധനമല്ല, അതും വളരെ ഇവോൾവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം ക്ലീഷയായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അമിത ആവർത്തനം കൊണ്ട് അത് സ്റ്റാറ്റിക്കായി പോയി, അതിനെ മറികടന്നേ പറ്റൂ. അതായത് ദർ ഇസ് എൻ ഇൻഹെറന്റ് എബിലിറ്റി ഇൻ സയൻസ് ആൻഡ് ആർട്ട് ടു ബി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ സ്റ്റാറ്റസ് കോ. നമുക്ക് നിലവിലുള്ളത് കൊണ്ട് തൃപ്തിയാവാത്ത ഒരു കാര്യം ഇതിനകത്ത് രണ്ടിനകത്തുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇവോൾവ് ചെയ്യുന്നതും പുരോഗമിക്കുന്നതും നമ്മളുടെ സാധ്യതകളെ വിപുലീകരിക്കുന്നതും. അപ്പോൾ ഇത് രണ്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, കലയും ശാസ്ത്രവും 2 വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നിച്ച് എക്സിസ്റ്റ് ചെയ്യുക പോസിബിൾ അല്ല എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് അത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ വേറൊന്ന്, നമ്മൾ കലയിലും ശാസ്ത്രത്തിലുള്ള ഒരു സമാനത എന്ന് പറയുന്നത്, നമ്മളിത് പലപ്പോഴും പലതിൻ്റെയും അതിർത്തികൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് അറിഞ്ഞതിൻ്റെയും അറിയാത്തതിൻ്റെയും അതിർത്തിയിൽ ഉള്ള ഒരു ഡിസ്കോഴ്സാണ്. കലയെ സംബന്ധിച്ചും അതാണ്. അതായത് നമ്മളെ യാഥാർത്ഥ്യവും ഭാവനയുടെയും ഒരു അതിർത്തി ഉണ്ടല്ലോ, ആ അതിർത്തിയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് കല എന്ന് ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തിയതിൻ്റെയും ഉപയോഗപ്പെടുത്താത്തതിൻ്റെയും അതിർത്തിയിൽ ആണ് ശാസ്ത്രത്തിൻ്റെ ഒരു മേഖല. കലയെ സംബന്ധിച്ചും അതാണ്. അതായത് ഒരു കലാവസ്തു, ഒരു കാര്യത്തിനെ കലയിലേക്ക് എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പുതിയ കല ആവണമെങ്കിൽ ഇതുവരെ കലയിലേക്ക് എടുക്കപ്പെടാത്തൊരു കാര്യത്തിനെ ഇതിനകത്തേക്ക് എടുത്തു വെക്കുമ്പോഴാണ് അത് കലയാവുന്നത് അല്ലേ. അതും ഒരു അതിർത്തിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇങ്ങനെ പലതരത്തിലുള്ള സമാനതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കവിയാണ് K.A. ജയശീലൻ. അപ്പോൾ നിങ്ങൾക്ക് സാഹിത്യത്തിലും യുക്തിയിലും ലോജിക്കിലും ഒരേപോലെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട കവിയാണ് പ്രൊഫസർ K.A. ജയശീലൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത വളരെ ചെറിയ കവിതയാണ്. ആ കവിതയിൽ പറയുന്ന ഒരു
രണ്ട് ഖണ്ഡിക മാത്രമുള്ളൊരു ചെറുകവിതയാണ്. കലകളുടെ ജനനം, വസ്തുക്കളുടെ പ്രത്യേകതയിലുള്ള ആനന്ദം എന്നാണ്. വസ്തുക്കളുടെ പ്രത്യേകതയിലുള്ള ആനന്ദത്തിൽ നിന്നാണ് കലകൾ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊരു വസ്തുവിന് പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. അതായത് ഒരു കാര്യത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ട് സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്, ഹൗ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ്, വാട്ട് ഈസ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അപ്പോൾ എന്താണ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അങ്ങനെയൊക്കെ ആലോചിക്കാം. അതുപോലെ തന്നെ നമ്മൾ കലയുടെ കണ്ണിലൂടെ നോക്കുമ്പോഴും അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതയെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു പ്രത്യേകതയെ കണ്ടെത്തി അടയാളപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും കലയിലും സംഭവിക്കുന്നത്. അപ്പോൾ ഈ വസ്തുക്കളുടെ പ്രത്യേകതകളിൽ ആനന്ദം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ബെഞ്ചമിൻ പെറി എന്ന് പറയുന്നൊരു US സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു പുരോഹിതൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ വിഷയം എന്ന് പറയുന്നത് മനുഷ്യരിലെ കണ്ണുനീരാണ്. അപ്പോൾ കണ്ണുനീരിനെ പറ്റി ഗവേഷണം നടത്തിയിട്ട് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, നമുക്ക് രണ്ട് തരത്തിലുള്ള കണ്ണുനീരുണ്ട്. ഒന്ന് സങ്കടം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഇമോഷണലായിട്ടുണ്ടാകുന്ന കണ്ണുനീര്, രണ്ട് ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന കണ്ണുനീര്. അതായത് ഒരു പൊടിക്കാറ്റടിച്ചാൽ, അല്ലെ ചൂട് കൂടിയാൽ, തണുപ്പ് വരുമ്പോഴൊക്കെ വരുന്നൊരു കണ്ണുനീരുണ്ടല്ലോ. ഈ രണ്ട് കണ്ണുനീരും ആളെടുത്തിട്ട് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനൊക്കെ അനലൈസ് ചെയ്തു, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്തു. അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സങ്കടം വന്നിട്ട് കരയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീരിന് വിസ്കോസിറ്റി കൂടുതലാണ്. അതായത് അത് പതിയെ മാത്രമേ ഒഴുകുകയുള്ളൂ നമ്മുടെ കവളിലൂടെ. മറ്റേ കണ്ണുനീര്, ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന കണ്ണുനീര്, അതിന് വിസ്കോസിറ്റി കുറവാണ്, ഇറ്റ് ഫ്ലോസ് ഫാസ്റ്റർ, പെട്ടെന്ന് ഒഴുകി വരും. അതിനർത്ഥം നമ്മൾ ഈ സങ്കടം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീര് കൂടുതൽ നേരം നമ്മുടെ കവളിലുണ്ടാവും. അതായത് അത് മറ്റുള്ളവർ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് അതിൻ്റെ സയൻസിന് ഇത്രയേ ഉള്ളൂ പറയാൻ. പക്ഷെ ആള് അതിനകത്ത് ഒരു പടി കൂടി കടത്തിയിട്ട് പറയുന്നു. അതായത് വി ആർ ക്രീച്ചേഴ്സ് ഹു ആർ മെൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. അതായത് ഇത് കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് സങ്കടമുണ്ട് എന്ന് പറയുന്നത് ഈ കണ്ണുനീര് മെല്ലെ ഒലിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് കൂടുതൽ കാണാനുള്ള സാധ്യതയും, ഐ നീഡ് ഹെൽപ്പ് എന്നുള്ളൊരു മെസ്സേജാണ്. നമുക്ക് ലാംഗ്വേജോ നമുക്ക് വരുന്നതിൻ്റെ അകത്ത് വേണ്ട. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇവല്യൂഷൻ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് ആൾ വാദിക്കുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് പ്രകൃതിക്ക് ഇൻറ്റൻഷൻസ് ഇല്ല. ഇൻറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ആരോപണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ വേണമെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് ഖണ്ഡിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു കണ്ടെത്തൽ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ എത്താം. ഒന്ന്, നമുക്ക് ആദ്യം തന്നെ ഇത് പതിയെ ഒലിക്കുന്നതിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവുമല്ലോ എന്നാലോചിച്ച് അതിനേക്കത്ത് എത്താം. അല്ലെങ്കിൽ ഇയാൾ ചെയ്ത പോലെ മറ്റേ ഡയറക്ഷനിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് കൊണ്ട് ആ ഒരു ഫിനോമിനൻ്റെ ബ്യൂട്ടി, സോ ഫാർ നമ്മൾ പറയുന്നൊരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതിനെ നമുക്ക് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. അല്ല നമ്മൾ അതിനെ ഈ രീതിയിൽ അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് അതിനോടുള്ളൊരു അപ്രീസിയേഷൻ കുറയുകയാണോ ചെയ്യുന്നത്? നമുക്ക് ശരിക്കും ഇതുകൊണ്ടുള്ളൊരു എന്താ പറയുക, താല്പര്യം കൂടുകയല്ലേ ചെയ്യുന്നത്. അതായത് നമുക്ക് പൊതുവെ ഉള്ളൊരു സയൻസും കലയും വേർതിരിക്കുന്നൊരു വിഭജനം എന്ന് പറയുന്നത്, ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവ് കൈമോശം വരുന്നതാണ്. പക്ഷെ അതല്ല ഇപ്പോഴും ശരിയല്ല. ശരിക്കും അത് ഇറ്റ്സ് ആക്ച്വലി അലോയിങ് അസ് ടു അപ്രീഷിയേറ്റ് ഇൻ എ ഡീപ്പർ സെൻസ്. ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും സുലഭമായിട്ടുള്ളൊരു കാര്യം ഇൻഫർമേഷനാണ്. എന്തിനെ പറ്റിയിട്ടും ഏത് ലെവലിലെ ഇൻഫർമേഷനും എപ്പോഴും നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പോലും ഒരു കലയിൽ അല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് ഇത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ യുക്തിയും ഭാവനയും തമ്മിലൊരു ഡൈക്കോട്ടമി ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഞാൻ ഈ ആമുഖം അധികം നീട്ടുന്നില്ല, നമുക്ക് ചർച്ചകളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് പ്രൊഫസർ ദീപനിൽ നിന്ന് തുടങ്ങാം. പ്രൊഫസർ ദീപൻ, നിങ്ങൾ കേട്ടതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിന് വളരെ
പ്രശസ്തനായ ഏറ്റവും ശ്രദ്ധേയനായ മലയാള നാടക സംവിധായകരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം നാടകത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നു, ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിംഗ് രീതി, അതിനകത്തുള്ള ക്രിയേറ്റിവിറ്റിയുടെ അംശം അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിയുമായി താങ്കൾ ഏത് രീതിയിലാണ് എൻഗേജ് ചെയ്യുന്നത്, ആൻഡ് ദെൻ ലൈക്ക് വാട്ട്സ് യുവർ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദാറ്റ് ക്രിയേറ്റിവിറ്റി. അതിൽ ഈ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറയുണ്ടായി, അതായത് ഇതൊക്കെ ഒരു സയൻസ് ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. നാടക പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് ഒരുപാട് സയൻസും ടെക്നോളജിയും ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ അതിൻ്റെ ടെക്നോളജി വശവുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ഇത് പരസ്പര പൂരകങ്ങളാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണോ, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതാണോ? ഈ രീതിയിലുള്ള അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് എന്നെ അജിത്തിനോടും ഇതിൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടും എൻ്റെ ഒരുപാട് നന്ദി. കാരണം കേരളത്തിൽ ഒരുപാട് സാഹിത്യോത്സവങ്ങളുടെയും സിനിമാ ഫെസ്റ്റിവലുടെയും നാടകോത്സവങ്ങളുടെ സമയമാണ്. അപ്പോഴാണ് ഒരു സയൻസ് ഫെസ്റ്റിവൽ മലപ്പുറത്ത് നടക്കുന്നത് കേട്ടത്. അപ്പോൾ പൊതുവെ ഈ നാടകവും കലയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു ഓഡ് ബാഡാണ് ഇതിനകത്ത്. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് രാവിലെ മുഴുവൻ കേട്ട സെഷനിലും ഇവിടുത്തെ ഈ എക്സിബിഷനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വരവായിട്ട് തോന്നി ഇങ്ങോട്ട് വന്നത്. ഭയങ്കര സന്മാർഗമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഞാൻ മാതൃഭൂമി ഫെസ്റ്റിവലിലെ 2 സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത് വന്നതും ഇതിനകത്ത് പങ്കെടുക്കാനും ഈ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളിലൊക്കെ ആയിട്ടൊരു കോൺവെർസേഷൻ സാധ്യതയുള്ള സംതോഷമുള്ള കാര്യമാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ഈ ലോകത്തിൻ്റെ സത്യം എന്താണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ് 2 കൂട്ടരും ചെയ്യുന്നത്, കലാകാരന്മാരും സയൻറ്റിസ്റ്റുകളും. What is the truth? How it's all been made? അപ്പോൾ അതിൻ്റെ ഒരു വളരെ ലോജിക്കലായിട്ട് ഒബ്ജക്റ്റീഫൈഡായിട്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന സയൻറ്റിസ്റ്റുകളുടെ ഒരു ദ വേ ദേ ഡീൽ വിത്ത് ദ വേൾഡ്, ദ ട്രൂത്ത് ഓഫ് ദ വേൾഡ്. കലാകാരന്മാർ കുറച്ചുകൂടി ഒരു ഇമോഷണൽ ആൻഡ് സൈദ്ധാന്തികമായിട്ടാണ് ഈ ലോകത്തിലും ജീവിതത്തിലും കാണുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ധാരകളാണ്. കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഈ എസ്തെറ്റിക്കൽ ഒരു ഇമോഷണൽ ഒരു ഇൻ്റലക്ച്വൽ വെൽബീയിങ് ആണ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വെൽബീയിങ് ആണ് ഒരു ആർട്ടിസ്റ്റ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് മാൻകൈൻഡിന്. ആ തരത്തിൽ ഒരുപാട് കലാകാരന്മാർ ലോകത്ത് കലാകാരനും സയൻറ്റിസ്റ്റുകളും കൂടിച്ചേർന്നിട്ട് ഒരുപാട് ആളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പേര് ഡാവിഞ്ചി തന്നെയാണ്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന പെയിൻറ്ററും സ്കൾപ്റ്ററൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് ഫ്ലൈയിങ് മെഷീൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് നമ്മളും പലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ആക്ച്വലി റിയലി ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഫ്ലൈയിങ്, ഇറ്റ്സ് റാദർ എ ഫിലോസഫിക്കൽ മെഷീൻ. അത് ഫിലോസഫിക്കലിയാണ് അതിന് എന്താ പറയുക, ഈ ആകാശത്തേക്ക് പറന്നു വരാനുള്ള ത്വര എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി ഇപ്പോൾ കലയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയും ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഇത് വളരെ സയൻസ് പോലെ തന്നെ വളരെ ഡൈനാമിക്കാണ്. ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. 2000 വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു ചിത്രകലയോ നാടകലയോ അല്ല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകകല എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ കലയെ സമീപിക്കുന്നത് പലപ്പോഴും എങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി ആർട്ടിസ്റ്റ്, സമകാലീന ലോകത്ത് കല ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് എടുത്ത് എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പുതിയ കാലത്തിനോട് എനിക്ക് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു കല ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം എനിക്ക് മുൻപ് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ലോകത്തിനോടല്ല ഞാൻ സംവദിക്കുന്നത്, ഈ പുതിയ കാലത്തിനോടാണ്. ഇതിനകത്ത് പറഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരു പുതിയ ജനറേഷനോടാണ് ഞാൻ സംവേദിക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെ ട്യൂൾസ് എന്ന് പറയുന്നത് എനിക്കതിനനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അടുത്തൊക്കെ സമയത്ത് ചെയ്യുന്ന നാടകങ്ങൾ ഏറ്റവും ഞാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ ഉണ്ടാക്കുന്ന നാടകകല വളരെ മൾട്ടി സെൻസോറിയലായിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ കലയ്ക്കകത്തൊരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റിലൊക്കെ ഊന്നിട്ടുള്ള നാടകം ഒരുപാട് ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാടകം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റുവലായിട്ടുള്ള ഫോമായിട്ടാണ് നാടകത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഷേക്സ്പിയർ ടു ചെക്കോവ് ടു പിൻഡർ ടു മെനി റൈറ്റേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ്, റൈറ്റേഴ്സ് മീഡിയ ആയിട്ടാണ് ഡ്രാമയെ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ ഈ പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം ഈ ഡ്രമാറ്റിക് ലിറ്ററേച്ചറിൽ നിന്ന് വളരെ വളരെ സ്പേഷ്യലായിട്ടുള്ള ഒരു എൻവോൺമെൻ്റലായിട്ടുള്ള ഒരു ഇടത്തിലേക്ക് തിയേറ്റർ ഇറങ്ങി വന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നാടകത്തിനെ കുറിച്ച് ഞാൻ പറയാം. കാരണം അത് ചില ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും ആ നാടകം, പറയുകയുണ്ടായിട്ടുണ്ട്. കാരണം അതിനകത്ത് ആ പ്ലേക്ക് ആക്കുന്ന സമയത്ത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേ ആണ്. അതിനകത്ത് തന്നെ വിജയൻ ചോദിക്കുന്നത് സത്യം എന്താണ്, സത്യം പലത് എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് വിജയൻ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട ലോകത്തിൻ്റെ സത്യത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരുപക്ഷെ, പണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പ് ഒരു സായാഹ്നത്തിൽ 2 ജീവബന്ധുക്കൾ നടക്കാനിറങ്ങി എന്ന് പറയുന്നത്. അതെനിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു ഒരു 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 ഫോർമേഷനാണ് ആക്ച്വലി. ഈ 2 ജീവബന്ധുക്കൾ ആരാണ് നടക്കാനിറങ്ങി, അവസാനം ഒന്ന് വളർന്നു വലുതായി മരമായി ചെമ്പകമായി, മറ്റത് തിരിച്ചു വന്ന് നീ എന്നെ മറന്നുപോയി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പം ഞാനിത് പ്ലേ ആക്കിയ സമയത്ത് ഇതെങ്ങനെയാണ് ഇത് ഫിസിക്കലൈസ് ചെയ്യുക എന്നുള്ള കാര്യം ആലോചിച്ചത്. അപ്പം ഞാനത് എവെഞ്ച്വലി ഫിസിക്കലൈസ് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടമുള്ളൊരു ആകാശമാണ്. അതിനകത്ത് 2 നക്ഷത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്നതാണ്. അതൊരു നക്ഷത്രം, വലിയ നക്ഷത്രം ചെറുതിനോട് സംസാരിച്ചിട്ട് ചെറിയ നക്ഷത്രം നടന്നകരുന്നതാണ് വലിയ നക്ഷത്രത്തിന്. ആ വലിയ നക്ഷത്രമാണ് ഒരു ചെമ്പകമരമായി മാറുന്നതും ചെറിയ നക്ഷത്രം ഒരു കുട്ടിയായി മാറുന്നതും. അങ്ങനെ തിരിച്ചു വന്ന് അവർ മീറ്റ് ചെയ്യുന്നൊരു ആനിമേഷനിലാണ് ആ സീക്വൻസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ആ നോവൽ എന്ന് പറയുന്നത് അതിനകത്തൊരു ഒരു ഭാഗം മാത്രമാണ് ഈ 2 ജീവബന്ധുക്കളുടെ ഒരു പിരിയിലും കൂടിച്ചേരലും എന്ന് പറയുന്നത്. പക്ഷേ ആ നാടകത്തിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഭാഷാപരമായിട്ടുള്ള സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നത് ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള സ്പേസിനകത്താണ് അത് നടക്കുന്നത്. അത് വളരെ ഒരു മൾട്ടി സെൻസോറിയൽ ആയിട്ടുള്ളൊരു സ്പേസിനകത്താണ്. അതായത് കലയുടെ ഏറ്റവും അല്ലെങ്കിൽ നാടകകലയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരുന്ന ഒരിടം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു ഒരേ വായുവാണ് എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ നേരം നമ്മൾ ശ്വസിക്കുന്ന ഒരേ വായുവാണ്. അത് മറ്റൊരു കലയിലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സിനിമയിലായാലും ചിത്രകലയായാലും സാഹിത്യമായാലും നിങ്ങൾ ഒരുമിച്ച് ശ്വസിക്കേണ്ടതില്ല. കലാകാരൻ കലാപ്രവൃത്തി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നോട്ട് പോവുകയും കലയുമായിട്ടാണ് നിങ്ങൾക്ക് ഇടപെടേണ്ടി വരിക. മറിച്ച് നാടകകലയിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരിക ആ സമയവുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൽ ദ ആർട്ടിസ്റ്റ് ബീൻ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കോൺവെർസേഷനാണ് സംഭവിക്കേണ്ടത് അവിടെ. അപ്പോൾ ഞാനിപ്പം ശ്രമിച്ചു നോക്കുന്നത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള തിയേറ്റർ പ്രവർത്തനത്തിനകത്ത് ഈ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് വളരെ മൾട്ടി സെൻസോറിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ മേലെയാണ് മാൻകൈൻഡ് ഇറ്റ് സെൽഫ് ഈസ് ബിൽറ്റ് അപ്പോൺ. അത് നോട്ട് ജസ്റ്റ് ഓൺലി അബൌട്ട് എൻ ഇൻ്റലിജൻറ്റ് വേൾഡ് ഈ ബിൽഡ്, പക്ഷെ an എക്സ്പീരിയൻഷ്യൽ വേൾഡ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഖസാക്കിൻ ഇതിഹാസം പോലെ നാടകമൊക്കെ ഒരു എക്സ്പീരിയൻഷ്യലായി മാറുന്നു. വെച്ചാൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഓലച്ചൂട്ടിൻ്റെ മണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ മണം, അല്ലെങ്കിൽ നിങ്ങൾ സ്പർശിക്കും, നിങ്ങൾക്ക് കേൾക്കാം, കാണാം, രുചിക്കാം. നിങ്ങളത് അവിടെ മുഴുവൻ സമയം നിങ്ങൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ അതിനകത്തും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് എങ്ങനെയാണോ ഈ സയൻസിനകത്തുണ്ടാവുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കലയെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബീനാലെ കാണാനൊക്കെ നിങ്ങൾ കൊച്ചി ബീനാലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് പെയിൻറ്റിങ്ങും ശില്പങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അവിടെ. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ് ഒരു ആർട്ട് സ്കൂൾ നടക്കുന്നത്. പലപ്പോഴും ഈ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ശില്പം പഠിപ്പിക്കുന്നു. ഇത് ശില്പവും പെയിൻറ്റിങ്ങും വളരെ കുറച്ച് കാണാൻ പറ്റുള്ളൂ നമുക്ക്, കാരണം കലയൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ വാൾ ആർട്ട് അല്ലെങ്കിൽ വാളിൽ തൂക്കുന്ന കല അല്ലെങ്കിൽ ഒരു പ്ലിന്തിൻ്റെ മേലെ കയറ്റി വയ്ക്കുന്ന ശില്പം എന്നൊക്കെ മാറിയിട്ട് വളരെ ഫിസിക്കലായിട്ടുള്ള സൗണ്ടും അല്ലെങ്കിൽ സെൻസോറിയലായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന തരത്തിലേക്ക് കല ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന സയൻസും ആർട്ടും തമ്മിലുള്ളൊരു കോൺവെർസേഷനിലൂടെയാണ് ഇത് നമ്മൾ സംഭവിക്കുന്നത്. താങ്ക് യു. അതുപോലെ നിങ്ങൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പം സയൻസിൽ ശരിക്കും ഭയങ്കര നാടകീയതയുണ്ട്. നമ്മളിങ്ങനെ ഇതുവരെ നിലവിലില്ലാത്ത രീതിയിൽ ഒരു പ്രോബ്ലത്തിനെ സമീപിക്കുന്നതിന് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി രാവിലെ ചർച്ച നടന്നു. അതായത് നമ്മൾ ഫിസിക്കൽ പ്രോബ്ലംസിനെ ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് അഭിമുഖീകരിക്കുന്നതിനകത്തൊരു നാടകീയതയുടെ എലമെൻ്റ് ഉണ്ട്. അതുമാത്രമല്ല ഇതിനകത്തൊരു സ്പെക്ടക്കിളും ഉണ്ട്. ആക്ച്വലി ഒരു ഷോ ആണ്. അർത്ഥത്തിലുള്ള ഒരു വിസിബിലിറ്റിയുടെ ഒരു കാര്യം കൂടിയുണ്ട്. അത് ഒരു പക്ഷേ ദീപനിപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് ചേർത്തുകൊണ്ട് ആലോചിക്കാവുന്ന ഒരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. അടുത്തത് നമ്മൾ പ്രൊഫസർ അജയിലേക്ക് പോകും. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പഠിച്ചത് എൻജിനീയറിംഗ് ആണ്, പഠിപ്പിക്കുന്നത് ഡിസൈനും ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്, അതിനെ തന്നെയാണ് ഗവേഷണം ചെയ്യുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
പ്രത്യേകത എനിക്ക് തോന്നുന്നു കേട്ടിട്ടുള്ളത് ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു ടീച്ചറാണ്. വളരെ കൗതുകകരമായിട്ടുള്ളൊരു ന്യൂസ് അദ്ദേഹത്തിൻ്റെ അക്കാദമിക് ലൈഫിനെ പറ്റി വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ചെയ്തൊരു ഡിസൈൻ, ആ ഡിസൈൻ വളരെ പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റ് ആൻഡ് പോയറ്റാണ്, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇനി വരാനുള്ള പുസ്തകത്തിനകത്തുള്ള ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, മരിയ പോപ്പോവ ക്യൂറേറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ സയൻസിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഇടയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അതിനകത്ത് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം, ഒന്ന് ഈ സയൻസിൻ്റെയും ഡിസൈനിൻ്റെയും ഒരു ഇൻ്റർഫേസ്, അല്ലെങ്കിൽ സയൻസിനകത്തുള്ള പാറ്റേൺസ്, അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, ഇത് എങ്ങനെ കലയിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ കലയിലെ ഒരു ക്രിയേറ്റിവിറ്റി തിരിച്ചെങ്ങനെ സയൻസിന് വേണ്ടി ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സയൻസിൻ്റെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം, ഈ ഉപയോഗത്തിനകത്ത് ഒരു സർഗാത്മകത പോസിബിൾ ആണെന്ന് അറിയാലോ. എന്താണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്? Okay, first, Professor Ajit, thanks for inviting. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലാസ്റ്റ് സെഷനാണ്, അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തതിന് താങ്ക്സ്. ഒന്ന് രണ്ട് ഡിസ്ക്ലൈമേഴ്സ്. ഞാനൊരു പ്രാക്ടീസിങ് ആർട്ടിസ്റ്റോ ഡിസൈനറോ അല്ല. ഓക്കെ, എൻ്റെ പ്രാക്ടീസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടീച്ചിങ് ആണ്. അതൊരു കോൺഷ്യസ് ഡിസിഷനായിരുന്നു. കോർപ്പറേറ്റ് ഓഫീസ് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ റീസൺ ഉണ്ട് അതിൻ്റെ ബാക്കിൽ. ഐ വിൽ കം ടു ദാറ്റ്. രണ്ടാമത്തത്, ഞാൻ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സാണ്, അണ്ടർ ഗ്രാജുവേറ്റ്. ബാക്കി ഞാൻ മനഃപൂർവ്വം വേണ്ടാന്ന് പറയും. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ദേ ആർ സെറ്റ്, ദേ ആർ. ഗിവ് മീ സ്റ്റുഡൻസ് ഹൂ ഹേറ്റ് സയൻസ്. പേടിച്ച് വരുന്ന കുട്ടികളെ എനിക്ക് തരുമോ. ഇതും ഞാൻ എൻ്റെ ഡീനോട് പറയാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, give me rebels, troublemakers, that's the crowd I want. അപ്പോൾ അങ്ങനെ എനിക്കൊരു എല്ലാ വർഷവും ഒരു 4-5 കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 160 കുട്ടികളും എനിക്ക് പല ക്ലാസ്സിലായിട്ട് കിട്ടും. ഇതാണ് എൻ്റെ പ്രിമൈസ്. ഈ പല കുട്ടികളും ഡിസൈൻ ആൻഡ് ആർട്ടിലോട്ട് വരുന്നത് സയൻസിൽ എനിക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഒരു നാച്ചുറൽ ചോയ്സ്. പക്ഷേ അവർ 4 വർഷം കഴിഞ്ഞുള്ളൊരു കരിയറിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു ലീനിയർ കരിയർ പാത്തല്ല. ഒരു ഓഫീസിൻ്റെ അടച്ചിരുന്ന ഒരു ഫർണിച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണ ഒരു സിറ്റുവേഷൻ അല്ല വരാൻ പോകുന്നത്. അവർക്ക് സയൻറ്റിസ്റ്റിനോട് സംസാരിക്കേണ്ടി വരും, പൊളിറ്റീഷ്യൻസിനോട് സംസാരിക്കേണ്ടി വരും, പോളിസി മേക്കേഴ്സിനോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ വേണ്ടത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഇതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം? എൻ്റെ ട്രെയിനിങ് എയറോനോട്ടിക്കൽ, അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഏവിയോണിക്സ് എഞ്ചിനീയറിംഗിലാണ് എൻ്റെ ട്രെയിനിങ്. പക്ഷേ ഇൻട്രസ്റ്റ് പലതിലും ആയിരുന്നു. ലിറ്ററേച്ചറിലുണ്ടായിരുന്നു, ഫിലോസഫിയിലുണ്ടായിരുന്നു, സമയം കിട്ടുമ്പോൾ എഴുതും. ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിൻ്റെ ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാ വയലറ്റ്. ഇതാണ് എൻ്റെ മീഡിയംസ്. ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദീസ് ആർ സം പ്രാക്ടീസസ്. ഇതാണ് ഞാൻ ക്ലാസ്സിലോട്ട് കൊണ്ടുവരുന്നത്. ഇനി ഇതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? ഈ 4 വർഷം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ എനിക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാനുള്ള സ്കില്ല് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നാളെ മെഷീൻസ് റീപ്ലേസ് ചെയ്യും. കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി കൂടുതൽ ഫാസ്റ്റായിട്ട് അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എങ്ങനെ ആ മൈൻഡിനെ എൻറിച്ച് ചെയ്യാം? അപ്പോൾ ഇതിന് ഞാൻ കുറച്ചൊരു ഫിലോസോഫിക്കൽ അപ്രോച്ചാണ് അവിടെ. റൈസോമാറ്റിക് അപ്രോച്ച് എന്ന് പറയും. കാരണം റൈസോം എപ്പോഴും മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഒരു സംഭവമാണ്. പുറത്ത് ചിലപ്പോൾ പൂവിടും, ചിലപ്പോൾ പൂവിടില്ല, പൂവിട്ടത് വാടിപ്പോവുകയും ചെയ്യും. പക്ഷേ അടിയിലത്തെ നെറ്റ്വർക്ക് ഇറ്റ് ഗ്രോസ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. അപ്പോൾ മെയിനായിട്ടുള്ള എൻ്റെ ടീച്ചിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ ശക്തിപ്പെടുത്താം, എത്ര ഡൈവേഴ്സ് ആക്കാം, എത്ര വേഴ്സറ്റൈൽ ആക്കാം, എത്ര റെസ്പോൺസീവ് ആൻഡ് അഡാപ്റ്റീവ് ആക്കാം. ഇവിടെയാണ് സയൻസിൻ്റെ ഇത് വരുന്നത്. അതെങ്ങനെ കൊണ്ടുവരുന്നു? സോ എൻ്റെ പല റെസ്പോൺസും ടീച്ചിങ്ങിൻ്റെ സൈഡിൽ നിന്നായിരിക്കും. ദാറ്റ്സ് എ ഡിസ്ക്ലൈമർ. കാരണം അതിൽ മാത്രമേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളൂ കഴിഞ്ഞ 16 വർഷമായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ പാഷനേറ്റ് ഏരിയയും. കാരണം എനിക്ക് വേറെ അംബിഷൻസ് ഒന്നുമില്ല, ആർട്ടിസ്റ്റ് ആവാനോ, നത്തിങ്. ഐ എം നോട്ട് എ സ്റ്റുഡിയോ ഗായ് ഓർ ഗാലറി പേഴ്സൺ.
സോ ഇതിനെ എങ്ങനെ കൊണ്ടുവരാം? ആദ്യത്തെ അപ്രോച്ച് എന്ന് വെച്ചാൽ മെയിൻ തിങ് ഈസ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ എങ്ങനെ ഒരു സയൻറ്റിഫിക് സെൻസിബിലിറ്റി നിങ്ങളുടെ ആർട്ട് പ്രാക്ടീസിലോട്ടോ അല്ലെങ്കിൽ ഡിസൈനിലോട്ടോ കൊണ്ടുവരാം. ആദ്യം ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ നോൺ ഫിക്ഷൻ വായിക്കാം. സയൻറ്റിഫിക് റൈറ്റിങ്സോ അല്ലെങ്കിൽ പോപ്പുലർ സയൻസ് റൈറ്റിങ്സോ എല്ലാം നോൺ ഫിക്ഷനാണ്. അപ്പോൾ ഡ്രോ ചെയ്യും പല നല്ല സയൻസ് റൈറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ ഭംഗിയായിട്ടുള്ള പോപ്പുലർ സയൻസ് റൈറ്റേഴ്സ് കാൾ സേഗനിൽ നിന്ന് തുടങ്ങി പലരും ഉണ്ട്. ജെന ലെവിൻ, ലിസ റാൻഡൽ, പലരും ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്. ടു സച്ച് എൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇപ്പം എനിക്ക് ഈ ഇങ്ങനത്തെ സയൻറ്റിസ്റ്റുകൾ എഴുതിയിട്ടുള്ള പോപ്പുലർ സയൻസ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നും അവരുടെ ലിറ്റററി കൗണ്ടർ പാർട്സിനേക്കാൾ നന്നായിട്ടാണ് ലിറ്ററേച്ചർ എഴുതുന്നത്, സ്റ്റോറി ടെല്ലിംഗ് ഇൻ സയൻസ്. അപ്പോൾ അതിൽ നിന്ന് ഭംഗിയായിട്ടുള്ള ഇവോക്കേറ്റീവ് പാസേജസ് ഉണ്ടാവും, വളരെ പോയറ്റിക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ അവർ എഴുതുന്നത് ഇൻറ്റൻസ് ആണ്. കാരണം അങ്ങനത്തെ ഒരു റിയാലിറ്റിയാണ് അവർ കൺഫ്രണ്ട് ചെയ്യുന്നത്. ഇൻട്രീഗിങ് എനിഗ്മാറ്റിക് റിയാലിറ്റി. അതുകൊണ്ടായിരിക്കാം ആ എഴുത്ത് അത്ര ഭംഗിയാവുന്നത്, പോയറ്റിക് ആവുന്നത്. അപ്പം അങ്ങനെ കുറേ പാസേജസ് ഞാൻ സെലക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം അതിനെ. പല കുട്ടികളും നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ 0 പലപ്പോഴും. ഫിക്ഷൻ യെസ് ഹാരി പോട്ടറിൽ തുടങ്ങി പൾപ്പ് ഫിക്ഷൻ ആൻഡ് അഡൽട്ട് ഫിക്ഷൻ, ജനറൽ കൈൻഡ് ഓഫ് ഫിക്ഷൻ അതായിരിക്കും അവരുടെ റീഡിങ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു പാരഗ്രാഫിനെ നമ്മൾ വളരെ ഡീപ്പായിട്ട് അതിനൊരു മെത്തഡോളജി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ നോൺ ഫിക്ഷൻ വായിക്കാം, എങ്ങനെ മെറ്റഫേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഈ ഒരു എക്സസൈസ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി സയൻസിലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അതിന് ഒരു ഇവോക്കേറ്റീവ് ഡെപ്ത് ഉണ്ട് അതിൻ്റെ ലിറ്റററി എക്സ്പ്രഷന്. ഈ ഒരു എക്സാമ്പിൾ കഴിയുമ്പോഴത്തേക്കും അവർ ഒരു അപ്രീസിയേഷനായി, എനിക്ക് നാളെ ഒരു സയൻസ് ആർട്ടിക്കിൾ വായിക്കാം. ഇത് ഗ്രാജുവലായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പാസേജിൽ നിന്ന് തുടങ്ങി ഒരു പാരഗ്രാഫ്, ഒരു ആർട്ടിക്കിൾ, ഒരു ചാപ്റ്റർ, ഫൈനലി ടെൻസ് ഇൻ ഫുൾ ബുക്ക്. ഇതാണ് ആ കോഴ്സിൻ്റെ പ്രോഗ്രഷൻ. ഇങ്ങനെയാണ് സയൻസിലോട്ടുള്ള ആദ്യത്തെ എൻട്രി, അപ്രീഷിയേറ്റിംഗ് ദ ലിറ്റററി ആസ്പെക്ട്സ് ഓഫ് സയൻസ്. നൗ കംസ് കോർ സയൻസ്, ഫിസിക്സ്. ഫിസിക്സ് എന്നുള്ള വാക്ക് അറ്റർ ചെയ്യുമ്പോൾ തന്നെ ചിലർ ഓടിപ്പോവും. ദാറ്റ്സ് വെയർ ഐ ബ്രിങ് ഇൻ മൈ പ്രാക്ടീസ് അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി ആൻഡ് യൂസ് ഇറ്റ് ആസ് എ മെറ്റഫർ. ഇപ്പോൾ എൻ്റെ ഐഡിയ ഇതാണ്. ഇപ്പോൾ ഇവരെല്ലാം ഈ ആർട്ട് ആൻഡ് ഡിസൈൻ സ്റ്റുഡൻസ് എല്ലാവരും കളർ, ഷേപ്പ്, ടെക്സ്ചർ, പാറ്റേൺസ് ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് എളുപ്പമാണ് കളറിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കളറിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഐ ഗോ ടു ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മെറ്റഫറിക്കലായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന വിസിബിൾ വേവ് ലെങ്ത് ആണല്ലോ, 400 to 700 നാനോമീറ്റർ. ദാറ്റ്സ് എ വിസിബിൾ സ്പെക്ട്രം. അപ്പോൾ ഇതിനെ ഒരു മെറ്റഫറായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ experiments, I do a lot of experiments. 2-3 ദിവസം it's full of experiments, spectrography, infrared, ultraviolet, lot of microscopy ഇതെല്ലാം ഉണ്ടാവും ക്ലാസ്സിൽ. പക്ഷേ ഇത് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് they see the metaphor in that. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇതാണ്. ഇപ്പം ഈ വിസിബിൾ ലൈറ്റിൽ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം ഷെയ്ഡ്. പക്ഷേ അത് നമ്മുടെ ലിമിറ്റേഷനാണ്. നമ്മൾ പ്രോഗ്രാംഡാണ്. ഈ ഒരു വേവ് ലെങ്ത്താണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു മെറ്റഫർ ഓക്കെ, can I go beyond my prejudice? Can I go beyond my ego and see things in a light that I do not normally see? അവിടെയാണ് ഇൻഫ്രാറെഡിൻ്റെ. ആ ഇൻഫ്രാറെഡിൽ ഞാൻ ഒരു സാധനം കാണുമ്പോൾ ഓരോന്നും അതിൻ്റേതായ റിഫ്ലക്റ്റൻസ് ഉണ്ടാവും. സോ ദാറ്റ്സ് എ മെറ്റഫർ, റൈറ്റ്? ഇത് കിട്ടുമ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ടേക്ക് എ ഡിഫറെൻറ്റ് ടേൺ ഓൾ ടുഗെദർ. ഇറ്റ് ബിക്കംസ് എ സെലിബ്രേഷൻ. കാരണം ഞാൻ ബ്രീഫ് കൊടുക്കുന്നു. അത് കഴിഞ്ഞൊരു ഒരു ചെറിയൊരു സയൻസ് സെഷൻ ഉണ്ട്, ദ തിയറി, എന്താണ് വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ഹൗ ഇസ് റിലേറ്റഡ്, ഓൾ ദോസ് തിങ്സ് അതുണ്ടാവും. കുറച്ച് സ്റ്റോറി ടെല്ലിംഗ്, ഹിസ്റ്റോറിക്കൽ അനക്ഡോട്ട്സ് ആൻഡ് വാട്ട് എവർ. സെയിം വിത്ത് അൾട്രാവയലറ്റ് ഓൾസോ. അൾട്രാവയലറ്റിൻ്റെ വയലറ്റിൻ്റെ താഴോട്ട് പോയാലും ഹൈ ഫ്രീക്വൻസി, ലോ വേവ് ലെങ്ത്, ഹൈ എനർജി. അതിനെ ഞാൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എല്ലാം കാണുന്നതെല്ലാം റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അൾട്രാവയലറ്റ് ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ കുറേ കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ UV-IVF എന്ന് പറയും, അൾട്രാവയലറ്റ് ഇൻഡ്യൂസ്ഡ് വിസിബിൾ ഫ്ലോറസെൻസ്. ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അൾട്രാവയലറ്റ് ഒരു ലൈറ്റ് ഒരു ഫ്ലവറോ എന്തെങ്കിലും അതിലോട്ട് അടിക്കുന്നു. അത് അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ ഇസ് എക്സൈറ്റഡ്, ഇലക്ട്രോൺസ് ആർ പുഷ്ഡ് അപ്പ്, അത് താഴോട്ട്
stable orbit വരുമ്പോൾ it emits feeble visible light. It's a beautiful thing to see. Now ഇതിനെ ഒരു മെറ്റഫറായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ, ഈ ഒരു UV IVF ഫോട്ടോഗ്രാഫിയിൽ മാത്രമാണ് the object becomes the source of light. Now that's a poetic turn for them. ഇത് ഈ രണ്ട് എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഇനി എനിക്ക് സയൻസ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല അവിടെ. കാരണം നൗ ഹൗ ക്യാൻ ഐ എക്സ്പെരിമെൻറ്റ്, ഹൗ ക്യാൻ ഐ ചേഞ്ച്? ഈ ലൈറ്റിൻ്റെ വേറൊരു വേവ് ലെങ്ത് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കൂടെ റെഡ് ലൈറ്റ് വെച്ചാൽ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ ആ സയൻസിൻ്റെ തിയററ്റിക്കൽ സൈഡിലോട്ടുള്ള അത് ഞാൻ എൻട്രി ചെയ്യുന്നത് ഇറ്റ്സ് ത്രൂ എ പോയിറ്റിക് പാത്വേ. ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഇറ്റ് ഗോസ് ഓൺ. ഐ മീൻ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. ഇപ്പോൾ വിനോദ് പറഞ്ഞ സ്റ്റോറി ഇതാണ്. ഇതൊരു ഫസ്റ്റ് ഇയർ ക്ലാസ് ആയിരുന്നു. ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഡെറക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഇതായിരുന്നു, ഒരു പോയട്രി ബുക്ക് ഉണ്ട്, ഒരു MIT ഫിസിസിസ്റ്റ് ആലൻ ലൈറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്നും എൻ്റെ ഓർമ്മ ശരിയാണ്, ആലൻ ലൈറ്റ്മാൻ ആണ് ഇപ്പോഴും മേ ബി വൺ ഓഫ് ദ 2 പ്രൊഫസേഴ്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഫിസിക്സ്. ഈ ഒരു കോമ്പിനേഷനിൽ കണ്ടമാനം നോവൽ എഴുതിയിട്ടുണ്ട്, പോയട്രി, tons of science books, whatever. Kip Thorne സ്റ്റുഡൻറ്റും ആയിരുന്നു, Interstellar മൂവി അഡ്വൈസ് ചെയ്ത പാർട്ടി. എനിവേ പുള്ളി ഒരു പോയട്രി ബുക്ക് ചെയ്തിട്ടുണ്ട്, ദ സോങ് ഓഫ് 2 വേൾഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു 99 കാൻറ്റോസ് സ്റ്റാൻസാസ് ഉണ്ടായില്ല. റൂമി പുള്ളിയുടെ ഇൻസ്പിറേഷൻ റൂമി ആൻഡ് ടാഗോർ ഇങ്ങനെയായിരുന്നു. സോങ് ഓഫ് 2 വേൾഡ്സ് എന്ന് പറയാൻ കാരണം ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റീസൺ ആൻഡ് ഇമോഷൻ. ഇതാണ് അതിൻ്റെ പ്രിമൈസ്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, ജസ്റ്റ് 12th കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവരെല്ലാം. ഒരു സ്പെസിഫിക് അസൈൻമെൻറ്റ് ഇതായിരുന്നു, ടേക്ക് 1 പാരഗ്രാഫ് ആൻഡ് സ്റ്റാൻസ ഓർ കാൻറ്റോ ആൻഡ് വിഷ്വലൈസ് ഇറ്റ്. എല്ലാ കുട്ടികളും അത് ചെയ്തു. ഒരു അസൈൻമെൻ്റ് അല്ലേ, ചുമ്മാ എഴുതിയ പോലെ ഒരു പേരിന് ഒരു അസൈൻമെൻറ്റ്. എല്ലാവരും 1 illustration ഫൺ ഡൺ. ഡയറക്റ്റ് പുള്ളി ഒരു 6 illustration വരച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതും അബ്സ്ട്രാക്ട് വൺസ്. Derek is a self-taught artist. ആദ്യം ട്രെയിനിങ് ഒന്നും കേട്ടിട്ടില്ല. ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ടീച്ചർ ഇത് ഈ കുട്ടിയുടെ ഞാൻ മാത്രം ഫീഡ്ബാക്ക് കൊടുത്താൽ ശരിയാവില്ല. അത് ഇറ്റ് ബി കില്ലിങ് ഇസ് ക്രിയേറ്റിവിറ്റി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഡെറക് യു റൈറ്റ് ടു ലൈറ്റ്മാൻ, പ്രൊഫസർ ലൈറ്റ്മാൻ. അപ്പോൾ ഡെറക് വാസ് കുറച്ചൊരു മടിയായിരുന്നു, ഇത്രയും വലിയ പ്രൊഫസർ ഞാനിങ്ങനെ എഴുതാമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എഴുതാം. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ എഴുതാം, പക്ഷെ മറുപടി കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെറക്കിനോട് പറയും, ഇല്ലെങ്കിൽ പറയില്ല എന്ന് വിചാരിച്ചു. സോ അത് ഞാൻ എഴുതി. പ്രൊഫസർ ലൈറ്റ്മാൻ്റെ ഇമെയിൽ ID MIT വെബ്സൈറ്റിലുണ്ട് എഴുതി. ആൻഡ് ഐ ഗോട്ട് എൻ ഓട്ടോമേറ്റഡ് റിപ്ലൈ. സോ ദിസ് ഗൈ ഹാസ് എൻ ഐലൻഡ് ഇൻ മെയിൻ. അവിടെയാണ് ലൈറ്റ്മാൻ ചില സമയത്ത് ബുക്ക് എഴുതാനും മേ ബി സ്പെൻഡിങ് സോളിറ്ററി ടൈം ദർ. അതിന് പോവുക. അങ്ങനെ ഒരു മറുപടി എനിക്ക് കിട്ടി, യു കോൾ മൈ സെക്രട്ടറി. അപ്പോൾ എനിക്കും മടിയായി, ഇത് ഈ ഫോണെടുത്തുള്ള വിളി ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. സോ ഞാൻ അങ്ങനെ വിചാരിച്ച്, അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ റൈറ്റ് ടു ദ ചെയർമാൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഹീ സെൻറ്റ് എ റിപ്ലൈ ദാറ്റ് ഞാനിപ്പോൾ കഥ മുഴുവൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഈ ബുക്കിനെ പറ്റിയിട്ടാണ്, ഐ വോണ്ട് ലൈറ്റ്മാൻ ടു സീ ദിസ് ആൻഡ് ഗിവ് സം ഫീഡ്ബാക്ക്. സോ ഹീ സെൻറ്റ് ഇറ്റ് ടു പ്രൊഫസർ ലൈറ്റ്മാൻ ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ വാസ് ഫിനോമിനൽ. സോ ലൈറ്റ്മാൻ റോട്ട് ബാക്ക്, ഈ ബുക്കിൻ്റെ അടുത്ത ഒരു എഡീഷനിൽ വിൽ മേക്ക് ഇറ്റ് എ ഇലസ്ട്രേറ്റഡ് എഡീഷൻ. സോ 22 illustrations പബ്ലിഷ്ഡ് ബൈ റെഡ് ഹെൻ പ്രസ്. റെഡ് ഹെൻ പ്രസ് എന്ന് പറഞ്ഞാൽ ലോസ് ആഞ്ചലസ് റിവ്യൂവിൻ്റെ ഫൗണ്ടേഴ്സാണ് അത് റൺ ചെയ്യുന്നത് ലോസ് ആഞ്ചലസിൽ. Now, there's a big thing now, Derek, ഒരു എത്ര 18 വയസ്സുണ്ടാവും. ലൈറ്റ്മാൻ ഈസ് അറൌണ്ട് 73 years old at that time. ബ്യൂട്ടിഫുൾ കൊളാബറേഷൻ. പക്ഷേ ഒരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. ഈ ആർട്ട് എഡിറ്റേഴ്സ്, വിത്ത് അപ്പോളജീസ് ടു യു, ക്യാൻ ബി എ ലിറ്റിൽ ടഫ് സംടൈംസ്. can be little nitpicky, ഈ ഡോട്ട് എന്തിനാ അവിടെ അത് മാറ്റി ഇങ്ങോട്ടിട ഇങ്ങനെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ പയ്യൻ്റെ കോൺഫിഡൻസ് അവർ തകർക്കുമോ എന്നുള്ള. പക്ഷെ അവർ പറഞ്ഞതാണ്, ഫോർ Derek there is no editor, whatever you draw will be published as it is. അങ്ങനെയാണ് അത് പബ്ലിഷ് ആയത്. ബട്ട് ദാറ്റ് ചേഞ്ച്ഡ് ഹിസ് കരിയർ. അത് മാത്രമല്ല, ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൽ വേറൊരു ഒരു കോൺഫിഡൻസും കൂടെ വന്നു. 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ട, ലോകം എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ. ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ പ്രൊഡ്യൂസർ തന്നെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കാം, പ്രൊവൈഡഡ് യു ഡു ഇറ്റ് വിത്ത് പാഷൻ, ഇൻറ്റൻസിറ്റി, കമ്മിറ്റ്മെൻറ്റ്. എനിവേ, long story cut short, Walt Disney picked him up. At 22 he became a producer. Now he has his own company now. So ഇതാണ് ഡെറക്കിൻ്റെ സ്റ്റോറി. But that inspired a lot of students. So in a nutshell it is this: I approach science through poetry, through literature,
ഇങ്ങനെയാണ് അതിൽ വരുമ്പോൾ അവർക്ക് സയൻസിന് ദർ ഇസ് എ ലിവിങ് കോണ്ടെക്സ്റ്റ്. they can derive their own meaning. ദീപൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ വാട്ട് ഈസ് ദ ട്രൂത്ത് എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ആൻഡ് മൈ ചാലഞ്ച് ഈസ് ടു മേക്ക് ദം ആസ്ക് വാട്ട് ഈസ് മൈ ട്രൂത്ത്, വാട്ട് ഈസ് ദ മീനിങ് ഐ മേക്ക് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഇതിനെ എങ്ങനെ ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി ഉണ്ട്, അവരെല്ലാം ടാലൻറ്റഡ് കുട്ടികളാണ്. ഈ ഒരു സയൻറ്റിഫിക് സെൻസിബിലിറ്റി കൊണ്ടുവരുന്ന രീതികൾ ഇതാണ്. സോ ദാറ്റ് ഇസ് my little take on it and my way of doing it. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പം മീനിങ് ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് നല്ല അളവിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. കലയുടെ കാര്യത്തിലും അങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളതാണ് ഏറ്റവും മൗലികമായിട്ട് ആളുകൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. എന്നാൽ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും അതേ ക്രിയേറ്റിവിറ്റി വേണം എന്നാണ് തോന്നുന്നു നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം. അല്ലെ, നല്ല സയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. സയൻസ് ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ. സോ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് മോർ ഇംപ്രൂവ്ഡ്, മോർ ഇമ്പാക്റ്റ്ഫുൾ ആൻഡ് മോർ മൾട്ടി ഡയമെൻഷണൽ. സോ എൻ്റെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ന്യൂക്ലിയർ കെമിസ്ട്രി ക്ലാസ് എടുക്കുകയായിരുന്നു. അത് ഏതോ ഒരു ഓഡ് ടൈമാണ്, ലഞ്ചിനടുത്ത ടൈമോ അല്ലെങ്കിൽ വൈകുന്നേരം ലാസ്റ്റ് അവറോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഭയങ്കര ബോറടിക്കുന്നു, നിർത്ത്. സബ്ജക്റ്റിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പവും ആ ടൈമിങ്ങിൻ്റെ കുഴപ്പമൊക്കെ കൂടിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തി. എനിക്ക് പെട്ടെന്നൊരു കവിത ഓർമ്മ വന്നു. ഈ യഹൂദ അമിഖായിയുടെ ഡയമീറ്റർ ഓഫ് എ ബോംബ് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്, അറിയാമല്ലോ, ആറ്റം ബോംബിൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് എ ബോംബ്, ആ കവിത പദാനുപദം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ തീം ഇതുപോലെയാണ്. ഒരു ബോംബിൻ്റെ ഡയമീറ്റർ 30 സെൻറ്റിമീറ്ററാണ്. അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ 5 മീറ്റർ അപ്പുറത്തുള്ള ഒരാൾക്ക് പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോകുന്നു. ആ 5 മീറ്റർ അകലെയുള്ള ആൾ വന്നിരിക്കുന്നത് 5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ടൗണിൽ നിന്നാണ്. ആ ടൗണിൽ എന്നിട്ട് അയാളുടെ ഒരു ബന്ധു വേറൊരു രാജ്യത്താണ്, ആ ബന്ധുവിൻ്റെ വേറൊരു ബന്ധു വേറൊരു ഭൂഖണ്ഡത്തിലാണ്. അങ്ങനെ അപ്പോൾ ദെൻ വാട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ബോംബ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബോംബ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് എർത്ത്, റൈറ്റ്? സോ ഒരു ബോംബ് എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞു, ഇനി ഞാൻ ഒന്നുകൂടി ഇത് പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ദെൻ ലൈക്ക് ദേ വർ റിയലി ഇൻട്രസ്റ്റഡ് ബിക്കോസ് ലൈക്ക് ഹൗ ദേ കണക്ട് ടു ദാറ്റ്. നമ്മളിത് വെറുതെ ഇങ്ങനെ യുറേനിയം മുറിഞ്ഞ് രണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് വളരെ പാസീവായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതും കൂടി പറഞ്ഞപ്പോൾ അവർക്കത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതി തന്നെ മാറിപ്പോയി. പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് നമ്മൾ പ്രൊഫസർ ആനന്ദിലേക്ക് പോകുന്നു. പ്രൊഫസർ ആനന്ദ്, അദ്ദേഹത്തിൻ്റെ പഠന ഗവേഷണ മേഖലകൾ അസ്ട്രോഫിസിക്സും അസ്ട്രോണമിയൊക്കെയാണ്. പക്ഷെ അദ്ദേഹം അതേസമയം തന്നെ ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു മേഖലയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നു, അങ്ങനെ വീഡിയോസ് ചെയ്യുന്നു, അതുപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യുന്നു, പബ്ലിക് ഔട്ട്റീച്ചിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി, നമ്മൾ സയൻസിൻ്റെ കാര്യത്തിലുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ജനങ്ങൾ പൊതുവായി പ്രതീക്ഷിക്കുന്ന കാര്യം അതിനൊരു പ്രയോജനപരത ഉണ്ടാവണം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന ഒരു സൗകര്യം, കൺവീനിയൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് എന്താണെന്നുള്ളത്. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് മെഷറബിളായിട്ടുള്ള ഗുണങ്ങളുള്ള, മെഷറബിളായിട്ടുള്ള പ്രയോജനങ്ങളുള്ള ക്രിയേറ്റിവിറ്റിയാണ് സയൻസിൽ അംഗീകരിക്കപ്പെടുക. എന്നാൽ അതേസമയം കലയിൽ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. കല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാവനയുടെ ഒരു ഡയമീറ്ററിനെ എക്സ്പാൻഡ് ചെയ്യുന്ന എന്തും നല്ല കലയായിട്ട് കാണും, അല്ലേ? ഇപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ, സർഗാത്മകതയുടെ 2 മേഖലയിലും വ്യാപരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത് ഒരു വളരെ ലോഡഡ് ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ്. കാരണം അത് എനിക്ക് തോന്നുന്നില്ല ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ, എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കലയും സാഹിത്യവും മാറ്റി നിർത്തി, കലയും സയൻസും മാറ്റി നിർത്തി സയൻസിൽ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ സയൻസിലെ ക്രിയേറ്റിവിറ്റി പോലും ഒരു വ്യക്തിയുടെ പ്രതിഭയിൽ ഒരുപാട് അതിനകത്ത് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ തോട്ട് പ്രോസസ്സ് അതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാറ്റി
താങ്കൾ ചോദിച്ച ചോദ്യം, ഈ യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഓഫ് സയൻസിന് എന്ത് പ്രയോജനമാണുള്ളത്, അതാണോ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വരുന്നതിന് മുമ്പ് പൊതുവായിട്ട് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഗവേഷണത്തിൽ ക്രിയേറ്റിവിറ്റി ഏതെല്ലാം തലങ്ങളിലാണ് അത് പ്ലേ ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യാം. മിക്ക സയൻറ്റിഫിക് റിസർച്ചും തുടങ്ങുന്നത്, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും, അതിപ്പോൾ ഈ ഭൗതിക ശാസ്ത്രമാണെങ്കിലും ജീവശാസ്ത്രമാണെങ്കിലും മറ്റേത് മേഖലകൾ, ഈ നിർമ്മിതി ബുദ്ധിയാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ഈ മേഖലകളിലെല്ലാം ഒരു കുറേ നോൺ അൺനോൺസ് ഉണ്ട്, കുറേ ഗ്യാപ്പ് ഏരിയകളുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഗവേഷണം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ക്രിയേറ്റിവിറ്റി ആരംഭിക്കുകയാണ്. പലപ്പോഴും പറയാറുണ്ട്, ദി ആൻസർ ഇസ് ഓൺലി ഗോയിങ് ടു ബി ആസ് ഗുഡ് ആസ് ദ ക്വസ്റ്റ്യൻ എന്നത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം എത്ര മനോഹരമാണെന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എത്ര ഭംഗിയുള്ളതാണ് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം നല്ല ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളത് തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ക്രിയേറ്റീവ് പ്രോസസ്സ്. ഓക്കെ, പലപ്പോഴും ക്ലാസ് മുറിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കരുത്, ഓൺലി ഇഫ് ദർ ഇസ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ ആസ്ക്. അപ്പോൾ അതുപോലെ വാട്ട് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ തിങ് ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് തോട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിന് മുന്നുള്ള പാനൽ ചർച്ചകളിലൊക്കെ കേട്ടതുപോലെ തന്നെ ഇതിനകത്ത് ദർ ഇസ് ഒരുപാട് ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ കലയും ക്ലാസ് മുറിയിൽ ആർട്ട് പഠിപ്പിക്കുമ്പോൾ സയൻസിനെ എങ്ങനെ കൊണ്ടുവരുന്നു, സയൻസ് പഠിപ്പിക്കുമ്പോൾ ആർട്ടിനെ എങ്ങനെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ സയൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസ്. ഇപ്പോൾ സയൻസ് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് വിചാരിക്കാത്ത പല മേഖലകൾ പരസ്പരം ഇപ്പോൾ വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂറോ സയൻസും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ളൊരു ബന്ധം, ബ്രെയിനിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അൽഗോരിതംസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസിനാണ് പ്രാധാന്യം. അതുപോലെ തന്നെ പല മേഖലകളിലുണ്ട്. ബയോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ധാരാളമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു കാലത്ത് വിചാരിച്ചിരുന്നു ബയോളജിക്കൽ സിസ്റ്റംസിൽ ഒരുപാട് ഹിഡൻ വേരിയബിൾസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ഒരു ഫിസിക്സിൻ്റെ ചട്ടക്കൂടിൽ അല്ലെങ്കിൽ ഫ്രെയിം വർക്കിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് ബയോളജിക്കൽ റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ഒരു നോളജിൻ്റെ വ്യാപ്തി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിയുടെ പ്രഭാവം അതിനകത്ത് അല്ലെങ്കിൽ പ്രതിഭ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇനി നമ്മൾ നല്ല ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് വി ഫ്രെയിം എ ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അതിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെയും ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്. കാരണം മിക്ക സയൻറ്റിഫിക് പ്രോസസ്സിനും ഇപ്പോൾ വളരെ റിസോഴ്സ് ഇൻറ്റൻസീവാണ്. എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് ഒരു മുറിയിൽ അടച്ചിരുന്ന് ശ്രീനിവാസൻ രാമാനുജനൊക്കെ ചെയ്തതുപോലെ ഇങ്ങനെ ഒറിജിനൽ ഐഡിയാസ് ചേൺ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നത്. അതൊക്കെ ഔട്ട്ലയേഴ്സാണ്. പൊതുവേ ഇന്ന് നമുക്ക് സയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് റീസോഴ്സ്. ഹ്യൂമൻ റീസോഴ്സ് ആവശ്യമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ റീസോഴ്സ് ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നത് ദർ അഗെയിൻ ദർ ഇസ് എ ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്. അതൊരു പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് നമുക്ക് അതിനെ അങ്ങനെ തരം താഴ്ത്താൻ കഴിയില്ല. കാരണം നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണെന്നുള്ളതനുസരിച്ച് നമുക്ക് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുക എന്നുള്ളതും ദാറ്റ് ഈസ് ഓൾസോ എ ക്രിയേറ്റീവ് പ്രോസസ്സ്. ഇനി നമ്മൾ ഈ ഗവേഷണം ചെയ്യുമ്പോൾ തന്നെ ഇതിവിടെ ഗവേഷണ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഒരുപാട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ദ വേ വി അറൈവ് അറ്റ് സൊല്യൂഷൻസ്, ഇതിനുള്ള ഈ ഗവേഷണത്തിനുള്ള നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലെത്തുന്നതിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത നമ്മുടെ ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം പലപ്പോഴും റിസർച്ചിൽ വെൻ വി ഹാവ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നത് ഓക്കെ ഐ തിങ്ക് ദിസ് ഇസ് കറക്റ്റ് because it looks elegant. Okay, this solution is possible because it looks beautiful. There is symmetry in this answer. ഇങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോൾ സിമെട്രി, ബ്യൂട്ടി, എലഗൻസ്, മിനിമലിസം, ഇതൊക്കെ ഒരുപക്ഷെ ആർട്ടിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസാണ്. അത് പക്ഷേ നമ്മുടെ സയൻസിൽ, നമ്മുടെ സയൻറ്റിഫിക് കോൺവെർസേഷൻസിൽ നമ്മളത് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ഈസ്തെറ്റിക് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവർക്ക്
തീർച്ചയായിട്ടും സയൻസ് അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി വിൽ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം സംബഡി ഹൂ ഈസ് അപ്രോച്ചിങ് ഇറ്റ് ആസ് ഒരു ബ്രൂട്ട് ലോജിക് വെച്ച് മാത്രം അപ്രോച്ച് ചെയ്യുന്നത് പോലെ. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഗവേഷണത്തിൻ്റെ ലാസ്റ്റ് മൈൽ ഓഫ് ദി ജേണി, അതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന അറിവ്, പുതിയ അറിവ്, അത് ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ അറിവ് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് പല രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ വളരെ റുട്ടീനായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത് റിസർച്ച് പേപ്പേഴ്സ് എഴുതുന്നു. അപ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആലങ്കാരികമായിട്ടൊന്നും റിസർച്ച് പേപ്പറുകൾ എഴുതാൻ പറ്റില്ല. ഒരുപാട് പോയട്രി ഒന്നും അതിനകത്ത് നമുക്ക് തിരികെ കയറ്റാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഹൗ വെൽ യു സേ സംതിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ദർ ഇസ് എ ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്. പിന്നീട് നമ്മൾ ചെയ്ത നമ്മുടെ വർക്ക് നമ്മൾ പുറം ലോകത്തുമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പല സ്ഥലത്ത് പോയി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സെമിനാറുകളിൽ, കോൺഫറൻസുകളിൽ, മീറ്റിങ്ങുകളിലൊക്കെ പോയി നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതാണെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് അഗെയിൻ ഇസ് എ സ്റ്റോറി ടെല്ലിംഗ്. അതൊരു കഥ പറച്ചിൽ തന്നെയാണ് നമ്മളവിടെ നടത്തുന്നത്. കാരണം എൻ്റെ തന്നെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗവേഷണം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു 1.5 വർഷമൊക്കെ ഗവേഷണം ചെയ്ത് കുറച്ച് സബ്സ്റ്റാൻഷ്യൽ റിസൾട്ട്സ് ഒക്കെ കിട്ടി. ഞാൻ പല സ്ഥലത്ത് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, PhD സൂപ്പർവൈസർ, ദാറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു ജഡ്ജ് യുവർ വർക്ക് not only based on how much work you have done, but how well they understand it. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ നല്ല ഒരു വർക്ക് ചെയ്തിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തിറങ്ങുന്നവർ പറയും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ഒരു നല്ല ശാസ്ത്രജ്ഞന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി എ ഗുഡ് സ്റ്റോറി ടെല്ലർ. സോ അവിടെയും അഗെയിൻ ആർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരുപാട് നമ്മൾ 1000-10,000 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ കഥ ബുക്കുകളിലൊക്കെ വായിക്കുന്നത്, രാവിലെയൊക്കെ അവർ വേട്ടയാടുന്നു, ഭക്ഷണം തേടി പോകുന്നു, പല പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ദേ വിൽ ഓൾ കം ആൻഡ് സിറ്റ്, ഒരു തീക്ക് ചുറ്റും എല്ലാവരും വട്ടം കൂടിയിരിക്കുന്നു. ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന ഒരാൾ നല്ലൊരു കഥ പറയുന്നു, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു കോൺഫറൻസിനോ ഒരു സെമിനാറിനോ പോയി പ്രസൻറ്റ് ചെയ്യുമ്പോഴും അത് തന്നെയാണ്, ഒരു തീക്ക് ചുറ്റും ഇരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, വി ആർ വെയറിങ് സോഫിസ്റ്റിക്കേറ്റഡ് ക്ലോത്ത്സ്, പക്ഷേ അൾട്ടിമേറ്റ്ലി എവറിബഡി വാണ്ട്സ് ടു ലിസൺ ടു എ ഗുഡ് സ്റ്റോറി. അതിപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പുതിയ ആശയം അവതരിപ്പിക്കുകയാണെങ്കിലും, ആസ്ട്രോഫിസിക്സിൽ ഒരു പുതിയ കണ്ടുപിടുത്തം അവതരിപ്പിക്കുകയാണെങ്കിലും, ഇഫ് യു ക്യാൻ ടെൽ ഇറ്റ് ആസ് എ ഗുഡ് സ്റ്റോറി വിത്ത് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എ ക്ലൈമാക്സ്, പീപ്പിൾ ആർ ഗോയിങ് ടു അപ്രീഷിയേറ്റ് ഇറ്റ് മോർ. അപ്പോൾ അവിടെയും ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഈ യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഓഫ് സയൻസിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത്, ഒരു ആസ്ട്രോഫിസിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അജിത്തും ഇത് എഗ്രി ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ നമ്മളത് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ വിദൂരതയിലുള്ള ബ്ലാക്ക് ഹോളുകളെയും ന്യൂട്രോൺ സ്റ്റാറുകളെയും ഗാലക്സികളെയൊക്കെ പഠിച്ചുകൊണ്ട് എന്താണ് സാധാരണക്കാർക്കുള്ള ഉപയോഗം എന്നുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, കുട്ടികൾ സാധാരണ ഈ ചോദ്യം ചോദിക്കാറില്ല, കൂടുതലും മുതിർന്നവരാണ്. മുതിർന്ന ഒരു സദസ്സിൽ നമ്മൾ ദൂരെയുള്ള ഗാലക്സികളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ എണീറ്റ് കൈയണിപ്പൊക്കെ ചോദിക്കും, ഈ നികുതിദായകരുടെ പണം കൊണ്ട് ഇതൊക്കെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത്. കുട്ടികളുടെ അടുത്ത് വെച്ചാൽ അവർ പറയും ഈ ബാങ്കിങ്ങും ലോയും അതും ഇതൊക്കെ പഠിക്കുന്ന വേസ്റ്റാണ്, എല്ലാവരും അസ്ട്രോണമർ ആവണമെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഓഫ് സയൻസ് എന്നുള്ളത്, വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഇസ് യൂട്ടിലിറ്റി. അല്ലെ, ഒരു പ്രയോജനം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഒരു സ്പാനർ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഒരുപാട് യൂട്ടിലിറ്റി ഉള്ള ഒരു വസ്തുവാണ്. അതേസമയം ആസ്ട്രോണമിയിലെ നോളജ് അല്ലെങ്കിൽ സയൻസിലെ നോളജ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് യൂട്ടിലിറ്റി. അതിനൊരു ടാഞ്ചിബിൾ ആയിട്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടോ? നോളജ് ഇൻട്രിൻസിക്കലി യൂട്ടിലിറ്റി ഉണ്ടോ എന്നുള്ളത്, ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ദാറ്റ് ഹാസ് ടു ബി ഡിസ്കസ്, ഡിബേറ്റഡ്. ഓക്കെ, താങ്ക് യു. താങ്കൾ അവസാനം പറഞ്ഞ് സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു ആർട്ടുണ്ട്, നല്ല റിസർച്ച് പേപ്പർ എഴുതുന്നതിനകത്ത് ഒരു ആർട്ടുണ്ട് എന്നുള്ളതിനകത്ത് വളരെയധികം ഞാൻ യോജിക്കുന്നു. കാരണം നമ്മൾ
വി ആർ മെഷീൻസ് ഹു ആർ കേപ്പബിൾ ഓഫ് പ്രോസസ്സിങ് സ്റ്റോറീസ്, അങ്ങനെ പറയുമല്ലോ. അതായത് ഈ ഹരാരിയൊക്കെ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യന് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും ഫിക്ഷണൽ റിയാലിറ്റി ഉണ്ട്. ഈ ഫിക്ഷണൽ റിയാലിറ്റിയിൽ വിശ്വസിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുമല്ലോ. അതായത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഒരു കറൻസി നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മളൊരു കറൻസി നോട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു ബനാന ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് നിങ്ങൾക്കൊരു ചിമ്പാൻസി ആയിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം ചിമ്പാൻസീൻ്റെ അടുത്ത് ബനാന കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വലിയൊരു ബനാന കൊടുക്കണം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊരു പഴം കൊടുക്കണം. അപ്പോൾ ഈ പീസ് ഓഫ് പേപ്പറിൻ്റെ വാല്യൂ 100 rupees ആണെന്നുള്ളത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പേപ്പറിന് ആക്ച്വലി ചിലവ് 100 രൂപയൊന്നും ഉണ്ടാവില്ല, അതിന് ചിലപ്പോൾ 5 രൂപയോ മറ്റേ പ്രിന്റിങ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മൾ മൂല്യവത്താണ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സ്നേഹം, ആദരവ്, ഈവൻ പക, ഇതൊക്കെ എന്താ പറയുക ഫിക്ഷണൽ റിയാലിറ്റിയാണ്, ഒബ്ജക്റ്റീവായിട്ടുള്ള റിയാലിറ്റി അല്ല. അപ്പോൾ ഈ ഫിക്ഷണൽ റിയാലിറ്റിയിൽ വിശ്വസിക്കാനുള്ള കഴിവ് കൊണ്ടാണ് മനുഷ്യന് ഇത്രയും മുന്നേറാൻ വേണ്ടി പറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാര്യവും ഒരു സ്റ്റോറിയുടെ ഫോർമാറ്റിൽ വരുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി ദേ ആർ റിസെപ്റ്റീവ് ടു ഇറ്റ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയല്ലോ, ടെൽ മീ ദ റിയൽ സ്റ്റോറി. എന്താണ് റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ ഒരു ഓക്സിമോറോൺ അല്ലേ. റിയൽ ആയതിന് സ്റ്റോറി ആകാൻ പറ്റില്ലല്ലോ, സ്റ്റോറി ആയതിന് റിയൽ ആകാൻ പറ്റും. പക്ഷെ നമുക്ക് ടെൽ മീ ദ റിയൽ സ്റ്റോറി അങ്ങനെ വേണം. അപ്പം കഥ പറച്ചിലിൻ്റെ ഒരു ഇത് അതിനകത്ത് ഉറപ്പായിട്ടുമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലത്ത് സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഏതൊരു ചർച്ചയും എത്തിച്ചേരുന്ന ഒരു പോയിന്റ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. സർഗാത്മകത, മൗലികത, ഇങ്ങനത്തെയുള്ള ആലോചനകളും അന്വേഷണങ്ങളും മുഴുവൻ ഇതിനെ അഡ്രസ്സ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈയിടെ പ്രൊഫസർ TV മധുവിൻ്റെ പുസ്തകത്തിൽ കണ്ടൊരാശയം, അതായത് മുമ്പത്തെ കാലത്ത് നമ്മളുടെ ആദർശങ്ങൾ, മതം, സാമൂഹ്യ സ്ഥാപനങ്ങൾ, ഇവരുടെയൊക്കെ ഒരു ആകുലത എന്നത് മനുഷ്യൻ യന്ത്രമായി മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യർ യാന്ത്രികരായി മാറരുത്. യാന്ത്രികമായ പ്രവർത്തനത്തിലൂടെ പോകുന്ന ആളുകൾ അവർ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവണം, നമ്മൾ കൂടുതൽ മനുഷ്യരാവണം, നമ്മൾ നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആശയങ്ങളും എല്ലാ സംവിധാനങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു ആ സമയത്തെ ആകാംക്ഷ. എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ ആകാംക്ഷ നേരെ തിരിച്ചാണ്. യന്ത്രം മനുഷ്യനാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ആകാംക്ഷ. യന്ത്രം കൂടുതൽ മനുഷ്യനെ പോലെ ആവുന്നു. അപ്പോൾ വി ഷുഡ് ബി വറീഡ് അബൌട്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നേരത്തെ ചർച്ചയിലൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഒരു കാരണവശാലും യന്ത്രത്തിന് മനുഷ്യനാകാൻ വേണ്ടി പറ്റില്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റി, സർഗാത്മകത ഒരു മേഖലയിലും യന്ത്രത്തിന് പോസിബിൾ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് അത് ശരിയാവണമെങ്കിൽ സർഗാത്മകതയെ പറ്റിയിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് എപ്പോഴും ഇവോൾവിങ് ആയിരിക്കണം. അതായത് ഇപ്പം കവിതയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ പറ്റി വൈലോപ്പള്ളി കേകയിൽ എഴുതുന്ന വൃത്തം, വിഷയം ഏതെങ്കിലും സമകാലീന വിഷയം, വൈലോപ്പള്ളിയുടെ കവിതകൾ ഈ ചാറ്റ് ബോട്ടിന് അവൈലബിൾ ആണെങ്കിൽ അത് ഈസി ആയിട്ട് ഉണ്ടാക്കി തരും. വൈലോപ്പള്ളിയുടെ ആ ഇഡിയംസും വൈലോപ്പള്ളിയുടെ എക്സ്പ്രഷൻസും ആളുടെ ഒരു യുണീക്ക് സ്റ്റൈലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതിനെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി യന്ത്രത്തിന് പോസിബിളാണ്. പക്ഷേ വേറൊരു തരം കവിത എഴുതുക, അല്ലെങ്കിൽ കേകയിലല്ലാത്ത കവിത, അല്ലെങ്കിൽ വേറൊരു ഫോമിലുള്ളൊരു കവിത, ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു എക്സ്പെരിമെന്റൽ പോയട്രി, അത് യന്ത്രത്തിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം യന്ത്രത്തിന്റെ കയ്യിൽ അതിനുള്ള ഡാറ്റ ഇല്ല, അങ്ങനെയുള്ളൊരു പൂർവ്വ മാതൃകകൾ അതിനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിൽ നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ പുതിയ ശരിക്കും ഉള്ള ക്രിയേറ്റിവിറ്റി അതിനെ യന്ത്രം ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്രിയേറ്റിവിറ്റി യന്ത്രത്തിന് ഈസി ആയിട്ട് ഉണ്ടാക്കി തരാനും പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒരു പെട്ടെന്നുള്ള തോന്നലിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ ഒരു പ്രതികരണം, എല്ലാവരോടും താല്പര്യമുണ്ടെങ്കിൽ ഇതേ വിഷയത്തിൽ തന്നെ പ്രതികരിക്കാം എല്ലാവരും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ഭാവനയും സർഗാത്മകതയും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കലയാണ് ഒരുപക്ഷെ ഇത് സർവൈവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. കാരണം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കലയുണ്ടാക്കുക എളുപ്പമല്ല. നിങ്ങൾക്ക് നുണയന്മാരായിട്ടുള്ള കലാകാരന്മാരെ ഉണ്ടാക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾ രചിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു നിർബന്ധ ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയുള്ള കവിത നിങ്ങളുടേതെന്ന് പ്രസിദ്ധീകരിക്കാം. ഒരു നോവൽ നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയ നോവൽ നിങ്ങളുടേതെന്ന് പറയാം. അല്ലെങ്കിൽ തിരക്കഥയോ ഒരു ചിത്രമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങൾ സുമാറ്റോയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഭക്ഷണം നിങ്ങൾ കുക്ക് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രണയിനിക്കോ ഭാര്യയ്ക്കോ കൊടുക്കുന്നത് പോലെയാണ്. കാരണം അതിൽ സത്യമില്ല. ആക്ച്വലി കലയുടെ കോറായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ വൈകാരികവും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ട്രൂത്ത് അതിന് പിന്നിലുണ്ട്. അത് നശിക്കുന്നതോട് കൂടിയിട്ട് കല നശിക്കുന്നു. കല നിലനിൽക്കില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധ ബുദ്ധി ഒരിക്കലും കലയ്ക്കൊരു ചലഞ്ചല്ല. ഇറ്റ്സ് നോട്ട് എ ചലഞ്ച് ടു ആർട്ട്. ഇറ്റ്സ് മൈ റീഡിങ്. സോ ആ ടോപ്പിൽ കൂടെ പോകുന്നതിന് മുമ്പ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഓഫ് സയൻസ് ഇതേ ഒരു ചോദ്യം ഏതോ ഒരു കോൺഫറൻസിൽ ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ജേർണലിസ്റ്റ്. ടാക്സ് പേയേഴ്സിൻ്റെ മണിയും വെച്ചിട്ട് എന്തിനാണ് ക്വാണ്ടം ഫിസിക്സും ബ്ലാക്ക് ഹോളും റിസർച്ച് നടത്തിയിട്ട് എന്ത് കാര്യം? ഡസ് ഇറ്റ് ഡിഫെൻഡ് ദ കൺട്രി? ഇതായിരുന്നു ചോദ്യം. ഈ സയൻറ്റിസ്റ്റിൻ്റെ ആൻസർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ: ഇറ്റ് ഡസൻറ്റ് ഡിഫെൻഡ് ദ കൺട്രി, ബട്ട് ഇറ്റ് മേക്സ് ദ കൺട്രി വർത്ത് ഡിഫെൻഡിങ്. കാരണം ആ എക്സ്പ്ലോറേഷനിൽ കൂടെ വരുന്ന സ്റ്റോറീസ്, ഡിസ്കവറീസ്, ഫെയിലുവേഴ്സ്, ഓൾസോ ബ്യൂട്ടിഫുൾ ഫെയിലുവേഴ്സ്, ദാറ്റ്സ് ഒരു ഇത്. രണ്ടാമത് ഇപ്പോൾ സാർ പറഞ്ഞ PhD thesis ഉണ്ടല്ലോ, വി കാൻ ബി ക്രിയേറ്റീവ് എന്നുള്ള ഒരു ഇതിൽ കുറച്ച് നാൾ മുമ്പ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻഡ്. ഈ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, നിക് സുസാനിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റ്. പുള്ളിയുടെ PhD ഏരിയ എന്ന് പറഞ്ഞത് ഇതായിരുന്നു: വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ടെക്സ്റ്റ് ആൻഡ് ഹൗ ഡു വി പ്രോസസ് ഇറ്റ്. So there is good deal of art, design, neuroscience, psychology, എല്ലാം ഉണ്ട് അതിൽ, thoroughly interdisciplinary. But he insisted that പുള്ളിയുടെ thesis will be in the form of a graphic novel. And Columbia University changed the rules. So ആദ്യമായിട്ടാണ് ഒരു conventional PhD, not a practice-based PhD, so it's good to see these changes. It's called Unflattening എന്നാണ് ആ ബുക്കിൻ്റെ പേര്. It's all available Amazon, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. Unflattening, Nick Susanis. Coming to creativity, yeah, I really second what you said. അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ദ കോഡ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട്, മാർക്കസ് സുത്തനോയ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ എഴുതിയത്. അതിൻ്റെ തുടക്കത്തിൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സയൻറ്റിസ്റ്റിനെ ആളുകൾ ജെൻഡർ ബയസ് ഇൻ സയൻസ്, അത് വേറൊരു ഇഷ്യൂ. മാർഗ്രറ്റ് ബോർഡൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു സസെക്സിൽ, അടുത്തിടയ്ക്ക് മരിച്ചുപോയി. കഴിഞ്ഞ വർഷം തോന്നുന്നു മരിച്ചുപോയി, വളരെ സീനിയർ സയൻറ്റിസ്റ്റ്. മാർഗ്രറ്റ് ബോർഡൻ 1990s തോന്നുന്നു ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ക്രിയേറ്റീവ് മൈൻഡ്. ആ ബുക്കിൽ പുള്ളിക്കാരി 3 ട്രേറ്റ്സ്, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ 3 ട്രേറ്റ്സിനെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആളുകൾ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങി, ഇത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുക, അത് പല പേരുകളും അതും ഇതൊക്കെ. ഇതാണ് 3 ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് ഈസ് എക്സ്പ്ലോറേറ്ററി. നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതിൽ വി എക്സ്പ്ലോറേറ്റ്. Go to the boundaries but never cross the boundaries. Infinite pathways. Within the boundaries, bowing down to set rules, we do it. That is one, exploratory. Second one is called combinatorial. Mix and match, interdisciplinary, transdisciplinary, mixed media. Idum cheyum. These 2 things machines can do. Moonamtha saanam ennu vechal, she calls it transformative or transcending. Idine you need to break rules. No machine can break rules, only humans can do it. Questioning the status quo, questioning authority, rebelling. AI potential നമ്മൾ കാണുന്നത് it's because of the infinite degrees of freedom it provides, but it never breaks a rule. അതും റൂളിന് ബൗണ്ട് ആണ്. So this is where art made by humans will stay, because only we can rebel, we can question, we can break rules and create something new. അതിൽ സയൻസിൽ കാണാം, ആർട്ടിൽ കാണാം, all these great movements that you see, ഇതിലെല്ലാം ഇതിലുണ്ട്. If you look at science, ഇതിലെ എൻലൈറ്റൻമെൻറ്റ് ഇടയ്ക്ക് തുടക്കം വച്ചൊരു ബുക്ക് എഴുതിയത്, ഇറ്റ് വാസ് ഇൻ 90 BC. ലുക്രീഷ്യസ് എന്ന് പറഞ്ഞ ഒരാൾ, ഇറ്റ്സ് കോൾഡ് ഓൺ ദ നേച്ചർ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണത്. ഓൺ ദ നേച്ചർ ഓഫ് തിങ്സ്. Very speculative, beautiful, wild, poetic imagination, but the main thing is he took God out of the equation. That is deleted. That was a huge relief. If you look at ഇതിനെപ്പറ്റി എഴുതിയ വേറൊരു ബുക്കുണ്ട്, ദ സ്വേർവ് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്ക്, ഈ ബുക്കിൻ്റെ ഇമ്പാക്റ്റ്, എങ്ങനെ ഈ ബുക്ക് ഗലീലിയോനെ ഇൻസ്പയർ ചെയ്തു, ന്യൂട്ടൺ ഇൻസ്പയർ ചെയ്തു,
suddenly, you don't have to account things to God or a higher power or nothing. Great speculation, wild poetic speculations, but it came very close to. കാരണം പുള്ളിക്കാരൻ്റെ ആളുകൾ ചുറ്റും നടക്കുമ്പോൾ he'll be thinking, okay, സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ finding patterns, discovering new possibilities. So it is, here is a clear example of wild, artistic, poetic imagination that went on to inspire, the Enlightenment era. So yeah, this is my take. Because humans can rebel, AI can never overtake. Simple. Okay. താങ്ക് യു. ഞാൻ ക്വിക്ക്ലി പുട്ട് അക്രോസ് മൈ പോയിന്റ്. ഇത് നമ്മുടെ ഇതിന് മുമ്പുള്ള ചർച്ചയിൽ, ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഈ എൻഡ് ചെയ്തത് ഈ ഒരു സർഗാത്മകത എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷനായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഇപ്പോഴത്തെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ GPT നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സിസ്റ്റിംഗ്, നമ്മൾ കുറേ ഡേറ്റ ഫീഡ് ചെയ്യുന്നു, ആ ഡേറ്റയിലൂടെ അതിങ്ങനെ നടന്ന് ഒരു പുതിയ ചോദ്യം വരുമ്പോൾ ആ നടന്ന് അതിനകത്ത് നിന്ന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് ഓൺലി ആൻ ഇമിറ്റേഷൻ, ദർ ഇസ് നോ ഒറിജിനൽ തിങ്കിങ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സയൻസിലും ഐ ഡോണ്ട് തിങ്ക് ഓൺ ആൻ എവറി ഡേ ബേസിസ് ഒറിജിനൽ തിങ്കിങ് ഇസ് ഹാപ്പനിങ്. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കുറേ എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നോൺ അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട്, സയൻസിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്നത് വെച്ച് നമ്മൾ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു അൽഗോരിതത്തിൻ്റെ ഫോമിൽ ക്രിയേറ്റിവിറ്റി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ കാണുന്നുണ്ട്. നമ്മുടെ തന്നെ ബ്രെയിനിൽ ആ അൽഗോരിതം കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫാക്റ്റ് അത് തന്നെയാണ് ഈ ഒരു ഹോൾ പ്രോസസ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരുപാട് എക്സാമ്പിൾസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള ഉപയോഗിച്ച് അതിനെ നമുക്കൊരു അൽഗോരിതത്തിൻ്റെ ഫ്രെയിം വർക്കിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഈ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എവറി ഡേ യു ആർ ലേണിംഗ് ഫ്രം യുവർ സ്റ്റുഡൻസ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് അധ്യാപകനാണ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നുള്ളതാണ്. പക്ഷേ ശിഷ്യനില്ലെങ്കിൽ ഗുരു ഇല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ കുട്ടികളിൽ നിന്നാണ് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ChatGPT, ജെമിനി പോലെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന്. വളരെ സിമ്പിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഹൗ ടു യൂസ് ദീസ് ടൂൾസ് ഇൻ എ ക്രിയേറ്റീവ് വേ. സോ അവരും വാട്ട് ദേ ആർ സെയിങ് ഇസ് ദാറ്റ്, സർ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇത് എൻഹാൻസ് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പോൾ സാധാരണ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്പോൺസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ദിസ് ക്യാൻ എൻഹാൻസ് യുവർ റിസർച്ച് ഇൻ വെരി ക്രിയേറ്റീവ് വേസ്. അപ്പോൾ ഈ സയൻസിലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വൈൽഡ് ഫാൻറ്റസി ഇമാജിനേഷൻ തിങ്കിങ് അല്ല, അതൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ് സയൻസിലുള്ളതെന്ന് പറയുന്നത്. അതായത് ഇഫ് ഐ കുഡ് പുട്ട് ഇറ്റ് ഇൻ എ ബെറ്റർ വേ, ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. ഇറ്റ് ഇസ് ഒരു വളരെ വൈൽഡായിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ എവിടെ നിന്ന് ഗ്യാദർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മീഡിയം കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന നിർമ്മിത ബുദ്ധിയും അത് നമുക്ക് പറയുന്ന ഇൻഫർമേഷനും. സോ അത് ഉപയോഗിച്ച് വി ഹാവ് ടു കം അപ്പ് വിത്ത് ന്യൂ വേസ് ഓഫ് ആസ്കിങ് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഫങ്ഷണൽ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ മാറ്റണം, അതല്ലാതെ ഒരു ത്രെട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സയൻസിൽ. അമേരിക്കൻ കവി വാൾട്ട് വിറ്റ്മാൻ പറയുന്നൊരു കാര്യമുണ്ട്. മുഴുവൻ പദാനുപദം എനിക്ക് ഓർമ്മയില്ല. ആൾ പറയുന്ന ഐ ലൈക്ക് ദ സയൻറ്റിഫിക് സ്പിരിറ്റ് ബിക്കോസ് ഇതിനകത്ത് ഈ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മളൊരു വാദം മുന്നോട്ട് അവതരിപ്പിക്കുന്നു, നമ്മൾ അതിൻ്റെ ഏത് എതിർവാദവും സ്വീകരിക്കാനുള്ളൊരു സന്നദ്ധത ആ വാദത്തിൽ തന്നെ ഉണ്ട്. Then like if you are getting or encountered with a better evidence, you are ready to discard that argument completely. നമ്മൾ അതുണ്ടല്ലോ, വേറെ എവിടെയും നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റില്ല, സയൻറ്റിസ്റ്റുകളിൽ മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഏറ്റവും നോബിളായിട്ടുള്ള ഒരു ഹ്യൂമൻ അവസ്ഥയാണെന്നാണ് വാൾട്ട് വിറ്റ്മാൻ പറയുന്നത്. അതുപോലെ ഈ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സയൻസിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആണല്ലോ. അതുപോലെ ഇപ്പം പവർ ഓഫ് വൾണറബിലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അയാളൊരു ചെറിയ എലമെന്റ് ഓഫ് വൾണറബിലിറ്റി ഉണ്ടാവണം. അല്ലാണ്ട് നിങ്ങൾ ഭയങ്കര ഒതന്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററോ നല്ലൊരു ഇൻഫ്ലുവൻസറോ ഒന്നും ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഇൻബിൽട്ടായിട്ട് സയൻസിന്റെ മെത്തഡോളജിയിലുണ്ട്. ചെറിയൊരു സംശയം, ഒരു വിശ്വാസമില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ, ഇതൊക്കെ സയൻസിനകത്തുണ്ട്. പക്ഷേ പബ്ലിക് പെർസെപ്ഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തഡോളജി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് അങ്ങ് റിപ്പൽഡ് ആവും. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, എല്ലാവരെയും ഇങ്ങനെ അടിച്ച് ലെവലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആൾക്കാർ അതിനെ പെർസീവ് ചെയ്യുന്നത്.
പക്ഷെ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ശരിക്കും ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള, ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒരു സ്പേസാന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നു എന്തോ ഇല്ല. കാര്യം മനുഷ്യർക്ക് എന്തൊരു അവസരം കിട്ടുമ്പോഴും ആദ്യം സയൻസിനെതിരെ തിരിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കോവിഡ് വാക്സിനേഷൻ കൊണ്ട് ആളുകൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ അത് കൃത്യമായിട്ട് അങ്ങനെ പറയാവുന്നൊരു ഡാറ്റയും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് മോഡേൺ മെഡിസിനെതിരെ തിരിയുക, അല്ലെ സയൻസിനെതിരെ തിരിയുക എന്ന് പറയുന്നത് ആളുകൾ വളരെ നാച്ചുറലായിട്ട് ആലോചിക്കുന്നൊരു കാര്യം കൂടിയാണ്. പല കാരണങ്ങളുണ്ടാവും, സാമൂഹ്യപരമായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, നമ്മളിപ്പം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൻ്റെ കാലത്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് പറയുള്ളൂ. അതായത് ട്രംപ് ഒക്കെ പറയും പോലെ ദാറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് ട്രൂത്ത്. അയാളൊരു നുണ പറഞ്ഞു, അത് പിടിക്കപ്പെട്ടപ്പോൾ ഇറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് ട്രൂത്ത്. നിങ്ങളുടേതൊരു ട്രൂത്ത്, എൻ്റെ വേറൊരു ട്രൂത്ത്. അപ്പോൾ നേരത്തെ ദീപൻ അത് വേറെ സത്യം പലത് എന്ന് പറയുന്നുണ്ട്. അതല്ല ഇത് ആളുകളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പറയുന്ന വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ സത്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റൂ. കാരണം എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു കോമൺ സ്പേസ് വേണമെങ്കിൽ നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുന്നൊരു സത്യം നമ്മളുടെ ഇടയിൽ ഉണ്ടായേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയ മനോവൃത്തി എന്ന കാര്യത്തിന് അതിൻ്റെ ഒരു പ്രാധാന്യം, അത് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനുഷ്യർ അതൊരു നിഷ്ഠ പോലെ പിന്തുടരാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഈ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഭയങ്കര ഇൻഡിവിജ്വലൈസ്ഡ് പൊളിറ്റിക്സ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് വർക്ക് ചെയ്യുന്നും കൂടിയുണ്ട്. അപ്പോൾ സയൻസ് ആസ് എ യൂണിവേഴ്സൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കരമായിട്ട് വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഇന്ത്യൻ സയൻസ്, ചൈനീസ് സയൻസ് ആ രീതിയിലൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ഒരു ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് ചെറുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഐ മീൻ ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് നോട്ട് ഇൻഫ്ലുവൻസിങ് അതേഴ്സ്, നോട്ട് ഇൻഫ്ലുവൻസിങ് അസ്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്തെ സയൻസ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഐഡിയ നേരിടുന്ന വെല്ലുവിളികൾ എന്നാണ് ഞാൻ ആലോചിക്കാൻ ശ്രമിച്ചത്. പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്തെ കലയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ കലയ്ക്കകത്ത് നമ്മൾ പലപ്പോഴും ഞാൻ 1-2 പ്രാവശ്യം സൂചിപ്പിച്ചതാണ് സത്യം, ട്രൂത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ടായി ട്രൂത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, ഞാനൊക്കെ എൻ്റെ കലയിലൂടെ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇറ്റ്സ് നെവർ ടോൾഡ് ഇൻ എ സിംഗിൾ പെർസ്പെക്റ്റീവ്, യുനോ, ഇറ്റ്സ് നെവർ ഗിവൻ ആസ് എ സിംഗിൾ ട്രൂത്ത്. അപ്പോൾ ആൻഡ് ആൾസോ യു നെവർ റിസോൾവ് എ പ്രോബ്ലം, യു നെവർ ഗിവൻ ആൻസേഴ്സ് ടു ദ പീപ്പിൾ, യു ലീവ് ഇറ്റ്. ആൻഡ് അത് കാണാൻ വന്നിട്ടുള്ള അനുവാചകന്, കാഴ്ചക്കാരന് അത് ഡീകോഡ് ചെയ്യുകയും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ ട്രൂത്തുണ്ട് ആക്ച്വലി. ഞാൻ നേരത്തെ ഖസാക്കിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞത് അങ്ങനെയാണ്. അതായത് അതുകൊണ്ടാണ് അതിനകത്ത് ഈ മൾട്ടി സെൻസോറിയൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറയുന്നത്. അത് എല്ലാ കാഴ്ചക്കാരനും എല്ലാ അനുവാചകനും ഒരേപോലെ ഈ പറയുന്ന സെൻസോറിയൽ ആസ്പെക്റ്റുകൾ ഡീകോഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ജീവബന്ധുക്കൾ നടക്കാനിറങ്ങി എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രാഫിക് ഒരു പ്രസൻറ്റേഷൻ, അതിൻ്റെ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അവർക്ക് അത് കണ്ടെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ അവർക്ക് കണ്ടെടുക്കാൻ പറ്റുന്നത് വിജയൻ്റെ എഴുത്ത്, ആ വരികൾ അതേപോലെ തന്നെ അത് വാക്കുകളായിട്ട് വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അരങ്ങിൽ. അപ്പോൾ 2, 3, 4 തരത്തിൽ ഒരു ട്രൂത്തിനെ സമീപിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തുള്ള കലയ്ക്കകത്ത്. ഇറ്റ്സ് നെവർ ഗിവൻ എസ് എ സിംഗിൾ ട്രൂത്ത്, സിംഗിൾ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു ചിത്രം, നമ്മൾ പഴയ കാലത്തെ കലയ്ക്കകത്ത് ചിത്രം, ഒരു പോർട്രേറ്റ് വരച്ചു എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂത്ത്, ഇറ്റ്സ് ലുക്സ് ലൈക്ക് ദാറ്റ് പേഴ്സൺ, ഇറ്റ്സ് എ പോർട്രേയിങ് ദാറ്റ് പേഴ്സൺ. രാജരവിവർമ്മ അല്ലെങ്കിൽ റെംബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ. ബട്ട് ഇറ്റ്സ് നെവർ ആക്ച്വലി പ്രസന്റ് ഇറ്റ് ഇസ് ദാറ്റ് പേഴ്സൺ. ഇറ്റ്സ് ഓൾറെഡി ബീൻ ചലഞ്ച്ഡ് മെനി ഇയേഴ്സ് ബാക്ക്, പീപ്പിൾ ലൈക്ക് പിക്കാസോ ആൻഡ് ഓൾ നോ. അതായത് എന്താണ് നിങ്ങൾ കാണുന്നതല്ല അത് എന്ന് പറയുന്നൊരു സംഗതി. അത് ഈ കാലൊക്കെ ആവുന്ന സമയത്ത് അത് വളരെ ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്നത് തിയേറ്ററിനകത്ത് പോസ്റ്റ് ഡ്രമാറ്റിക് എന്നാണ് പറയുക. പോസ്റ്റ് ഡ്രമാറ്റിക് ആണ് സംഗതിയാണ്. അത് ഡ്രമാറ്റിക്കിലാണ് നിങ്ങൾ ഇത് ആനന്ദ് പറഞ്ഞ പോലെ ഈ തുടക്കം, നടുഭാഗം, ക്ലൈമാക്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ തിങ്കിങ്. അതൊന്നുമില്ലാതെ ഇത് കംപ്ലീറ്റ്ലി പോസ്റ്റ് ഡ്രമാറ്റിക് സ്ട്രക്ചറാണ്. മീനിങ് യു മേ ബിഗിൻ ഫ്രം എ ക്ലൈമാക്സ്, then you will tell the story,
അപ്പോൾ അത് ആദ്യം അത് പൊട്ടിച്ചിട്ട് തകർത്ത് കളഞ്ഞിട്ട് അത് കൂട്ടിവെക്കുന്നതിനായിരിക്കും, അല്ലാതെ നേർതിരിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾവേസ് ഗിവ് എ സ്പേസ് ഫോർ ദ പീപ്പിൾ ടു ഡു ഇറ്റ്. കാരണം നമ്മൾ നേരത്തെ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് മനുഷ്യർ, പുതിയ കാലത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ദേ ഡോണ്ട് ലുക്ക് ഫോർ എ വൺ ട്രൂത്ത്, ദേ ഓൾവേസ് ലുക്ക് ഫോർ പോസ്റ്റ് ട്രൂത്ത്, ദേ ലുക്ക് ഫോർ വാട്ട് ഈസ് ആഫ്റ്റർ ഇറ്റ്. മെയിനായിട്ടും ടീച്ചിങ് ആൻഡ് പെഡഗോജി സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ആയിരിക്കും എൻ്റെ. ദർ സംതിങ് കോൾഡ് ഇൻ്റർസെക്ഷനാലിറ്റി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സയൻസ് ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ക്ലാസ് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവർ ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചോളൂ, അതിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. സോഷ്യോ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, ജെൻഡർ, കാസ്റ്റ്, ദിസ് ഇസ് ഇൻ്റർസെക്ഷനാലിറ്റി. ഒരു ജനറേഷനെ നമ്മൾ എത്ര ബോൾഡ് ആൻഡ് റെബലിംഗ് ആയിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കണോ, ആൻഡ് ദാറ്റ് കംസ് ഫ്രം ഹ്യൂമാനിറ്റീസ്. സോ ഇപ്പോഴും ഞാനിത് മനസ്സിൽ വിചാരിക്കേണ്ടത്, എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഇതിന് മുമ്പ് വേറൊരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എഞ്ചിനീയറിംഗിൽ ഇങ്ങനെ ഒരു 2 പേപ്പറുണ്ട്, ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2. ഇത് മാറ്റിയിട്ട് ലെറ്റ് ഇറ്റ് ബി ഹ്യൂമാനിറ്റീസ് 1 ആൻഡ് ഹ്യൂമാനിറ്റീസ് 2. ബ്രിങ് ഇൻ ഹിസ്റ്ററി, ബ്രിങ് ഇൻ ഗുഡ് പീസസ് ഓഫ് റൈറ്റിംഗ്. അതിൽ കൂടെയാണ് അവർക്ക് കുറേ കൂടി ചിന്തിക്കാൻ, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പം നമ്മൾ പല പേരുണ്ടാവും, റൈറ്റ് ഫ്രം പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് ഹ്യൂമാനിറ്റീസ്, പോസ്റ്റ് അപ്പോക്ലൈറ്റ്, ദർ ആർ മെനി നെയിംസ്. ഇത് എന്തൊക്കെ വന്നാലും ഇതിനെ ധൈര്യത്തോടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വ്യൂ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റൽ സൈലോസ് ഓർ ഡിസിപ്ലിൻ ബൗണ്ടറീസ് ഇത് മാറണം. ഇത് മാറിയാൽ then of course then people will question, things will change, we won't be pushed. Second thing, the same thing if it is applied to the industry, ഒരു ടെക് ഇൻഡസ്ട്രി ആണെങ്കിൽ let them employ artists, let them employ storytellers, let them employ writers. Their products will have a little more life to it. ഇത് നടക്കുന്നില്ല. and I've been talking to people, പല മൾട്ടിനാഷണൽസിലും they're slowly thinking about it. പക്ഷേ the more it happens, the better the world will be. പ്രോഡക്ട്സിന് ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവും, not just profit driven approaches. So intersectionality, marrying science with humanities, and the other way around would be one way to basically confront these questions. ഈ പോസ്റ്റ് ട്രൂത്ത് ഇറയുടെ അതിനൊരു ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു. അത് ഇപ്പോൾ ആസ് യു സെഡ് അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ് സയൻസിന്. എനിക്ക് തോന്നുന്ന ആ ചാലഞ്ചിൻ്റെ ഒരു മെയിൻ റീസൺ ഇസ് നമ്മൾ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു സമയത്താണ് ജീവിക്കുന്നത്. അതേസമയം സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്ലോലി ഇവോൾവിങ് പ്രോസസ്സ്. ആൻഡ് ഒരുപാട് അൺസർട്ടനിറ്റീസും ആംബിഗ്വിറ്റീസും ഒക്കെ സയൻസിൽ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് അതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് അബ്സല്യൂട്ട് സെർട്ടനിറ്റിയോടുകൂടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് ഇറ പൊളിറ്റിക്സിൽ പലപ്പോഴും പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ യെസ് ഓർ നോ ആൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആന്ത്രോപോജനിക് ആണോ അല്ലയോ, മനുഷ്യനാണോ അല്ലേ, സേ യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ ഒരു സയൻറ്റിസ്റ്റ് പറയും മനുഷ്യൻ അതിന് ഒരു കാരണമാണ്, വൺ ഓഫ് ദ ഫാക്ട്. അപ്പോൾ അവർ പറയും കണ്ടില്ലേ, ഒരു കാരണമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ അല്ലേ. സ്ഫോടനാത്മകമായ ആശയങ്ങൾ വരുമ്പോൾ പരിപാടി തീരാറായി എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക്കാണിത്. അപ്പോൾ ഓക്കെ, സമയപരിധി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിത് ക്ലൈമറ്റ് ചേഞ്ച് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ സയൻസിന് പറയാൻ പറ്റിയ ഹ്യൂമൻസ് ആർ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഡ്രൈവിങ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ആ മറ്റേ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കണ്ടില്ലേ, വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് മീൻസ് ദാറ്റ് ദർ ആർ പ്രോബബ്ലി നാച്ചുറൽ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ക്ലൈമറ്റ്. അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല, വി ക്യാൻ കണ്ടിന്യൂ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്. ഭൂമിയുടെ ആക്സിസിൻ്റെ പ്രിസിഷൻ മാറുന്നതുകൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാം. ഇതൊന്നും ഫോസിൽ ഫ്യൂലൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും നമുക്ക് ലാർജ് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. വാക്സിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ വാക്സിൻ നമുക്ക് 100% ആയിട്ട് നമുക്ക് ഒരു ഇൽനെസ്സിൽ നിന്ന്, ഫ്യൂച്ചർ ഇൽനെസ്സിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുമോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം എപ്പോഴും പറയും ദർ ഇസ് എ 90% പ്രോബിലിറ്റി ദാറ്റ് യു വിൽ നോട്ട് ഹാവ്. ഇത് കണ്ടില്ലേ, 10%. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ സയൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, സയൻസിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു യെസ് നോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഇതിലല്ല. ദർ ആർ എ ലോട്ട് ഓഫ് caveats that are associated with anything. സോ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്
പലപ്പോഴും ഈ പോസ്റ്റ് ട്രൂത്ത് ഡിസ്കോഴ്സ് ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്രം എ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഓൾ യു ക്യാൻ കണ്ടിന്യൂ ടു ഡു ഇസ് യു ക്യാൻ കണ്ടിന്യൂ ടു പുട്ട് ഫോർവേഡ് യുവർ പോയിൻറ്റ്. നമ്മുടെ പോയിൻ്റ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക. ആൻഡ് പബ്ലിക്കിനെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ഇതുപോലത്തെ ഡിസ്കോഴ്സസ് അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവയർനെസ്സാണ് ഇതിൻ്റെ ഒരു കീ ഫാക്ടർ എന്നുള്ളത്. സോ ആസ് യു ബിക്കം മോർ കംഫർട്ടബിൾ വിത്ത് ദ സയൻറ്റിഫിക് ലാംഗ്വേജ്, സയൻറ്റിഫിക് പ്രോസസ്സ്, യു വിൽ ഓൾസോ ബിഗിൻ ടു അപ്രീഷിയേറ്റ് ദാറ്റ് സയൻസ് ഹാസ് എ ക്ലെയിം ഓൺ ട്രൂത്ത്. അതാണെന്നുള്ള. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പോയിന്റ്, അതായത് നമ്മൾ ഈ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസിന് പിന്നെ അറ്റോമിക് സ്ട്രക്ചർ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അപ്ലൈ ടു ഹൈഡ്രജൻ ആറ്റം ഇത് പഠിപ്പിക്കണം എനിക്ക്. അവരങ്ങനെ ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസ് ആണ്, അധികം മാത്സ് ഒന്നും അറിയില്ല. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയണം. നേരത്തെ ഡിസ്കഷൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. വേവ് ഫംഗ്ഷൻ എന്താണ് ഡെഫിനേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ടൂളാണ് ഇതൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും അവർക്ക് അതിൻ്റെ ഫിസിക്കൽ സെൻസ്, ഹൗ ക്യാൻ ഇറ്റ് ബി കമ്പയർഡ്, അല്ലെങ്കിൽ അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ അതുപോലത്തെ വേറൊരു കാര്യത്തിൻ്റെ എക്സാമ്പിൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ദിവസം ഒരു ക്ലാസ്സിൽ നിന്ന് തോന്നിയ കാര്യം, നിങ്ങൾ വേണമെങ്കിൽ അതിനൊരു ബാർകോഡ് പോലെ എടുത്താൽ മതി. ഓരോ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടല്ലോ, ആ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. അതുപോലെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ബാർകോഡാണ്. നിങ്ങൾ ആ വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് പല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടുന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര കമ്മ്യൂണിക്കേറ്റിംഗ് ആയി. ഓക്കെ, അവർക്ക് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഫോർ ദ ഈസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് ഈസ് വെരി എഫക്റ്റീവ്. പക്ഷേ അതിനകത്ത് ഒരുപാട് പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് അങ്ങനെ ആറ്റത്തിനെ റീഡ് ചെയ്തിട്ടല്ലല്ലോ ആറ്റത്തിൻ്റെ ഇൻഫർമേഷൻ എടുക്കുന്നത്, ഇതൊരു മാത്തമാറ്റിക്കൽ ടൂള് മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ പലതും ഇപ്പോൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ, നേരത്തെ സെഷനിൽ ആരും അത് പറയുകയുണ്ടായി, നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്തിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യം ലേൺ ചെയ്തിട്ട് പിന്നെ അതിനെ അൺലേൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് എനർജി കളയുന്നു. അപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എന്തോ ഒരു ബയാസ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഏത് കാര്യത്തിനെ പറ്റിയിട്ടും നമ്മൾ ആ കൺഫർമേഷൻ ബയാസ്, ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും ആദ്യം കിട്ടിയ ഇൻഫർമേഷനാണ് നമ്മളെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിയുക. പിന്നെ അതിന് എത്ര വരച്ച് മായ്ച്ച് കളയാൻ നോക്കിയാൽ കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ ഈ രീതിയിൽ സയൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും നമ്മളിതിനെ ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റിവിറ്റി ഈസ് ഈക്വൽ ടു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ തോന്നൽ ശരിയാണോ എന്താണെന്ന് ഡോക്ടർ അജയൻ എന്താണ് പറയുന്നത്? സിംപ്ലിഫൈങ്ങും ഡംപിങ് ഡൗൺ, അതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇവിടെ. ചില സമയത്ത് ദിസ് ഡംപിങ് ഡൗൺ ടു മച്ച് ക്യാൻ ക്രിയേറ്റ് ഇഷ്യൂ. അഗെയിൻ എൻ്റെ റെസ്പോൺസ് മുഴുവൻ എൻ്റെ ടീച്ചിങ് ആ ഒരു എക്സാമ്പിൾ എനിക്ക് തരാനുള്ളൂ. സോ there is this middle level called complexity, right? The complexity in the scientific sense, where there's kandamaanam possibilities ulla, complicated alla, system theory chaos oru concept inna varna. Idu varumbo oru concept nammal oru say storytelling in science or oru scientific concept nammal എക്സ്പ്ലെയിൻ ചെയ്യാണ് ജനറൽ പബ്ലിക്കിന്. ഇതിനെ എങ്ങനെ പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉണ്ട് അതിൻ്റെ ഒരു ജനറൽ പബ്ലിക്കിനാണെങ്കിൽ. കാരണം ഐഡിയ ഇതാണ്, സംതിങ് ഫോർ എവ്രി വൺ ദാൻ എവ്രിതിങ് ഫോർ സംബഡി. സോ സംതിങ് ഫോർ എവ്രി വൺ അപ്രോച്ച് ആണെങ്കിൽ ഏതൊരു വേണമെങ്കിൽ ഷോർട്ടിംഗ് വേവ് ഇക്വേഷൻ ആയിരിക്കാം, പക്ഷെ അതിന് എത്രയോ പോയിന്റ് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, എത്രയോ സിനിമകൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു റെഫറൻസ് പോയിന്റ് ആയിരിക്കാം. ഇവിടെയാണ് ആ കോംപ്ലക്സിറ്റി വീവിങ് നടക്കുന്നത്. അതിൽ കൂടെ ഈ തിയറി ഈ കോൺസെപ്റ്റ് അധികം ഡയല്യൂട്ട് ചെയ്യാണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓഡിയൻസിന് നമ്മൾ എൻ്റെ ഒരു കിൻഡർ ഗാർഡൻ അപ്രോച്ച് വരുമ്പോഴാണ് ഡംപിങ് ഡൗൺ ആയിട്ട് തോന്നുന്നത്. പക്ഷേ ആഡിങ് ലേയേഴ്സ് ടു ഇറ്റ്
ഇൻ്റർസെക്ഷനാലിറ്റി ലേയേഴ്സ് അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് തോന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് മൈ ടേക്ക്. ചുരുക്കത്തിൽ നമ്മളതിൻ്റെ പല രീതിയിൽ അതിനെ വായിക്കാനുള്ള പോസിബിലിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ തന്നെ പിന്നെ കോംപ്ലക്സിറ്റിയിലേക്ക് അവരെത്തിക്കോളും അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ചകളിലേക്ക് വരാം. എൻ്റെ ചോദ്യം ദീപൻ മാഷോടാണ്. ഞാൻ എഴുതി വെച്ചിട്ട് മറന്നു പോകാതെ, കാരണം ഇവിടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞു ഈ എയുടെയൊക്കെ അതിപ്രസരം നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഇപ്പോൾ എ നമുക്കിപ്പോൾ സിനിമാ മേഖലകളിലൊക്കെ എ തരുന്നൊരു സാധ്യത വളരെ വലുതാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ നമ്മളിപ്പോൾ കണ്ട കാന്താര പോലെയുള്ള സിനിമകളാണെങ്കിൽ, ഇപ്പോൾ എക്കോ സിനിമയൊക്കെ എൻ്റെ ഓഫീസിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ VFX ചെയ്ത സ്ഥാപനം, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നമ്മൾ ഈ എക്കോ സിനിമയിലെ കണ്ട ചെറിയ ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ എ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഒട്ടും തന്നെ അതൊരു കൃത്രിമമാണെന്ന് തോന്നാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ക്രൗഡിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, അതായത് സിനിമ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്ലസ് ആണ്. കാരണം വലിയൊരു ആളെ കൂട്ടണം, അതിൻ്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കാം, അങ്ങനെ കുറേ സാധ്യതകൾ അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അഡോബിയിലൊരു എഡിറ്റിംഗ് രണ്ടുപേരൊന്ന് സംസാരിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ ഈ മാനുവലി എഡിറ്റ് ചെയ്യാതെ തന്നെ അവരുടെ വോയിസ് തുടങ്ങുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തോളും. അപ്പോൾ വളരെ എളുപ്പം തന്നെ ഒരു 1-2 മണിക്കൂറുള്ള എഡിറ്റിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എയുടെയൊക്കെ ഇത്തരം സാധ്യതകൾ ഒരു കലാകാരൻ പഠിച്ചില്ലെങ്കിൽ അവൻ നോർമലി പിന്തള്ളപ്പെടും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ സെല്ലുലോയിഡ് ഒട്ടിച്ചൊട്ടിച്ചാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അഡോബി പോലുള്ള സോഫ്റ്റ്വെയർ വന്നപ്പോൾ നമ്മൾ മാനുവലി എഡിറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ എ വരുമ്പോൾ നമ്മൾ എ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രം വളർന്നതിൻ്റെ ഒപ്പം ഒരു കലാകാരൻ വളരുന്നതല്ലേ നല്ലത്? അത് മോശമാണെന്ന് പറയുന്നതിനേക്കാളും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കുന്നതല്ലേ നല്ലതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ AI മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ പറഞ്ഞത് കലയുടെ മൗലികത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മൗലികമായ കലയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നത് വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു ഫോമാണ് ഓൾറെഡി ബൈ ബർത്ത്, അല്ലേ? സിനിമ ഇസ് ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ലെൻസ് കണ്ടുപിടിക്കുകയും ക്യാമറ കണ്ടുപിടിക്കുകയും ഉണ്ടായിട്ടുള്ള ഒരു ഫോമാണത്. AI ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പല സാധ്യതകളിലൂടെ ഒരുപാട് ഈ സീക്വൻസിൽ ജനറേറ്റ് ചെയ്യും. പക്ഷേ ചില ആളുകൾ വളരെ മൗലികമായിട്ട് സിനിമ എടുക്കുന്ന ആളുകളുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന AI പോസിബിലിറ്റി കലാകാരൻ ഉപയോഗിക്കേണ്ടേ എന്നുള്ളതാണ്. സെറ്റൻലി ഐ തിങ്ക് ഇറ്റ് ഷുഡ് യൂസ് ഇറ്റ്. കാരണം പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് റൈറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ AI ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുകയും ചില എഴുതിയെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൂളുകളൊക്കെ. നൗ ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, നിങ്ങൾക്ക് നാളെ നിങ്ങൾ സിനിമയ്ക്ക് ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ അഭിനയിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ മമ്മൂട്ടി മോഹൻ ഇല്ലാതെ നിങ്ങൾക്കൊരു സിനിമ എടുക്കാൻ പറ്റും. യു പ്രിസൈസ്ലി ബിലീവ് ദിസ് ഇസ് ജസ്റ്റ് എൻ ആക്ടർ ഹു ഡൂയിങ് ഇറ്റ്. ബട്ട് എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു സിനിമയെ നിങ്ങളത് കാഴ്ചക്കാർ കണ്ടെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വൺസ് യു റിയലൈസ് ദിസ് ഇസ് നോട്ട് റിയലി മമ്മൂട്ടി പെർഫോംഡ് ഇറ്റ്, ദിസ് ഇസ് എൻ AI ജനറേറ്റഡ് മമ്മൂട്ടി, യു മേ ഫീൽ ഇറ്റ്സ് എക്സാക്ട്ലി മമ്മൂട്ടി. എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് ആർട്ട് വർക്ക്? എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്? What would be your relation to that artwork? How do will you value the same way you value a Mammootty performed on the stage, on the screen? This is where I'm talking about മൗലികത. അത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള മീൻകറിയും നിങ്ങൾ ഒരു AI ടൂൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഫിഷ് കറിയും കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന if there is a difference, അതിനൊരു മൗലികതയുണ്ടെങ്കിൽ, this is the point I'm making here. You can use anything if you want. You can get a cookery book to cook something. There's no harm in it. But there is something to do with an emotional relationship with the art and the other. I think that's the core of the art. അത് പോകുന്നതോടുകൂടിയിട്ട് കലയുടെ വാല്യൂ താഴേക്ക് പോകും. കല നിലനിൽക്കും. അതായത് യു ക്യാൻ ഹാവ് നമുക്ക് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള പെയിൻറ്റിങ് വരയ്ക്കാം ഉപയോഗിച്ച്, പ്രിൻറ്റ് ചെയ്യാം. യു ക്യാൻ ആക്ച്വലി പ്രിൻറ്റ് ഇറ്റ് ഓൺ എ ക്യാൻവാസ്. യു ക്യാൻ ആക്ച്വലി ഹൈഡ് ഇറ്റ്. പക്ഷേ മീനിങ് യു ക്യാൻ ആക്ച്വലി ക്ലെയിം ഇറ്റ് യുവർ വർക്ക്, ഓർ യു ഡോണ്ട് നീഡ് ടു ക്ലെയിം ഇറ്റ്, ബട്ട് യു ക്യാൻ ആൾസോ സേ ഐ യൂസ് ടു സേ AI generated tools to paint it. Then you will go to the market with that painting and someone else will paint. How the art will look into these two things.
കാരണം അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ എക്സിസ്റ്റൻസ് അയാളുടെ മൗലികതയ്ക്കാണ് വാല്യൂ ചെയ്യപ്പെടുക. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ AI ഉണ്ടാക്കുന്ന ഒരു ഗുണം ആർട്ടിസ്റ്റുകൾക്ക്, മൗലികമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വളരെ മൗലികതയുള്ള ആർട്ടിസ്റ്റുകൾ വിൽ എമർജ് ഔട്ട് ഓഫ് ഓൾ ദിസ്. ദറ്റ്സ് എക്സാക്ട്ലി ഗോണ ഹാപ്പൻ. ഓൾ ദ ഫേക്ക് വിൽ ഡൈ ഡൗൺ. ഞാൻ ഈ ഡിബേറ്റ് കുറച്ച് ഒരു അതിൻ്റെ എതിർഭാഗത്ത് നിന്ന് വരുന്നത്, നമ്മളിപ്പം സയൻസ് ആഘോഷിക്കുകയാണ് തീർച്ചയായും. അപ്പം ഉദ്ഘാടന സമയത്ത് മന്ത്രി രാജേഷ് പറഞ്ഞതുപോലെ ഈ കാലത്ത് സയൻസും യുക്തിചിന്തയൊക്കെ എന്താ പറയുക തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രതിരോധത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സയൻസ് ഫെസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ വേറൊരു ടെൻഡൻസി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ 20-ാം നൂറ്റാണ്ട് പകുതി കഴിഞ്ഞപ്പോൾ 1959 ഒരു CPSനോട് ഒരു ട്രൂ കൾച്ചർ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതായത് സയൻറ്റിഫിക് കൾച്ചറും ആർട്ടിസ്റ്റിക് ലിറ്റററി കൾച്ചർ. അപ്പോൾ സ്നോവിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റും സയൻസ് കൾച്ചറും അല്ല സയൻറ്റിഫിക് ആയിട്ടും പിന്നെ ആർട്ടിസ്റ്റും ഈ ലിറ്റററി കൾച്ചർ രണ്ട് കൾച്ചറാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. പക്ഷെ സ്നോ അതിൽ ഭാഗം ചേർന്നു. സ്നോ പറഞ്ഞു സയൻസും സയൻറ്റിഫിക് ഇതുമാണ് വേണ്ടത് പുരോഗമനത്തിന്, ലിറ്റററി ആർട്ടിസ്റ്റ് അത്ര ഇതല്ല. അപ്പോൾ സ്നോ ഒരു ഉദാഹരണം ചെയ്യുന്നത് അവർക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയോ, ഈ എന്താ പറയുക യൂണിവേഴ്സിന് ആധാരമായിട്ടുള്ള അങ്ങനെ കുറച്ച് ബാലിശമായ. അപ്പം അതിന് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായ വിമർശനമാണ് സ്നോക്ക് നേരിടുന്നത്. FR ലെവിസ് എസ്പെഷ്യലി അതായത് സ്നോവിനെ ഒരു ഇൻ്റലക്ച്വൽ ലൈറ്റ് വെയ്റ്റ് എന്ന് വിളിച്ച് അതിന് ലിറ്ററേച്ചറിൻ്റെ ആവശ്യത്തെപ്പറ്റി FR ലെവിസിൻ്റെ ഒരു 62 എഴുതിയ ആർട്ടിക്കിൾ വളരെ ഇതാണ്. അപ്പം എന്തുകൊണ്ട് ലിറ്ററേച്ചർ വേണമെന്നുള്ള മോറൽ സീരിയസ്നെസ് ആൻഡ് ക്ലാരിറ്റി വേണമെങ്കിൽ അത് വേണം, എത്തിക്കൽ റിഫ്ലക്ഷൻ വേണം, പിന്നെ ഡെപ്ത് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. സോ നമുക്ക് എന്തിനാണ് ലിറ്ററേച്ചർ? അപ്പം മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കുന്ന ലിറ്ററേച്ചർ വേണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സംഘടിതമായിരുന്നു എന്നുള്ളൊരു. ഞാനിത് പറയാൻ കാരണം സയൻസ് ഒരു അറ്റാക്ക് നേരിടുന്നതിനൊപ്പം തന്നെ ഇപ്പം കാണുന്ന വേറൊരു ടെൻഡൻസി ഈ IITസിലും ഒക്കെയുള്ള ഒരു IITസിലൊരു ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെയാണ് ലിറ്ററേച്ചറും എല്ലാം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ്. അതിനെതിരെയൊക്കെ ഭയങ്കര അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം ഈ ഗവൺമെൻറ്റും പിന്നെ അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റലും ഈ STEM മാത്രം മതി, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് മതി, ആർട്സും ഹ്യൂമാനിറ്റീസും എന്തിനാണ്? അപ്പം നേരത്തെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത സയൻസിൻ്റെ യൂട്ടിലിറ്റേറിയൻ വാല്യൂവിൻ്റെ അപ്പോൾ ഈ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതേസമയം തന്നെ കുറേ ഈ ഇന്ത്യയിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സയൻറ്റിസ്റ്റ് ഇപ്പം IISc ആയാലും TIFR ആയാലും പലരും ചോദിക്കുന്നത് എന്തിനാണ് ഈ ആർട്സും ഹ്യൂമാനിറ്റീസും എന്നുള്ള. അപ്പം ഇതൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് രണ്ടും വേണം. ആ സ്നോവിൻ്റെ സ്നോവിൻ്റെ ട്രൂ കൾച്ചറിൻ്റെ പേര് കുറച്ച് മയപ്പെട്ടെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പക്ഷെ നമ്മുടെ രാജ്യത്തിപ്പം ഇത് ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ യൂട്ടിലിറ്റേറിയൻ വാല്യൂവിനെ പറ്റിയിട്ടാണ്, പക്ഷേ അത് അങ്ങോട്ടാണ് ചോദിക്കുന്നത്. കലക്കും സാഹിത്യത്തിനും ഹ്യൂമാനിറ്റീസിനും സോഷ്യൽസിനും എന്ത് യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഉള്ളത്? നമുക്ക് ജസ്റ്റ് സയൻസും ഇതും, അതായത് സോഷ്യൽ പ്രോബ്ലംസിന് ടെക്നോളജിക്കൽ സൊല്യൂഷൻ, വേറെ ആസ്പെക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളൊരിത്. അപ്പോൾ അതും കൂടി ഒന്നിങ്ങനെ കൊണ്ടുവന്ന ഒരു ബാലൻസ് ഉണ്ടാവുമായിരുന്നു. സയൻസ് മാത്രമല്ല അണ്ടർ അറ്റാക്ക്, എവറിത്തിങ് ഈസ് അണ്ടർ അറ്റാക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ 1-2 പോയിന്റ് ഈ പറഞ്ഞ പോയിന്റുകളോട് ഓൾറെഡി പിന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് പ്രൊഫസർ അജയ് പറഞ്ഞ പോലെ വിൽ ഇറ്റ് പ്രൊട്ടക്ട് ദ കൺട്രി എന്ന് ചോദിച്ചപ്പോൾ ഇറ്റ് വിൽ മേക്ക് ദ കൺട്രി ഡിസേർവ് ടു ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ കലയും മാനുഷികതയും ഒക്കെ ഉള്ളൊരു സമൂഹത്തിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതും കൂടി ഉൾപ്പെടുമ്പോഴാണ് സമൂഹം പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നത്. ആ ഒരു പോയിന്റ് അതിനകത്തുണ്ട്. പിന്നെ ഒന്ന് ഈ യൂട്ടിലിറ്റേറിയൻ കാര്യം പറഞ്ഞ പോലെ, അതായത് പ്രയോജനക്ഷമമല്ലാത്ത വിജ്ഞാനം കൊണ്ട് എന്ത് കാര്യം, എന്തിനു വേണ്ടി നമ്മളതിന് പണം മുടക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ സയൻസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് തന്നെ നോക്കിയാൽ മതി. അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണം ഐസക് ന്യൂട്ടൺ പിന്നെ ആപ്പിള് വീണപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചു ഗ്രാവിറ്റേഷനിലെത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ആപ്പിള് പിന്നെ ഇത് അറിഞ്ഞിട്ടല്ലോ താഴോട്ട് വീഴുന്നത്. അപ്പോൾ അയാൾ കണ്ടുപിടിച്ചാലോ ഇല്ലെങ്കിലും ഇത് താഴോട്ട് തന്നെ വീഴുമല്ലോ, അതവിടെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നൊരു ഉദാഹരണം ഉണ്ടല്ലോ, ഈ റിലേറ്റിവിറ്റി തിയറി നമ്മൾ GPS-നകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റിലേറ്റിവിറ്റി തിയറി ആ സമയത്ത് പ്യൂർലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് ഒരു തരത്തിൽ യൂസ്ഫുൾ ആവുമെന്ന് ഒരുപക്ഷെ ഐൻസ്റ്റൈൻ പോലും ചിലപ്പോൾ ആ രീതിയിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ GPS യൂസ് ചെയ്യാത്ത ഏത് മനുഷ്യനാണ് ഉള്ളത്?
അപ്പോൾ എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ രീതിയിൽ നമ്മളുടെ സയൻസ് എഡ്യൂക്കേഷൻ്റെ തന്നെ സയൻസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ വളരെ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ഹൗ ഓൾ ദീസ് തിങ്സ് ഇവോൾവ് ആൻഡ് നമ്മൾ ഇത് സയൻസ് റിസർച്ച് നമ്മൾക്കിപ്പോൾ വളരെ പ്രയോജനപ്രദമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒട്ടും പ്രയോജനമില്ല എന്ന് വിലയിരുത്തപ്പെടുകയും അതെ 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 ശരിക്കും ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഇപ്പോൾ ഫിലോസഫി എന്ന് പറയുന്ന സാധനമായിരുന്നു ഇതൊക്കെ. സയൻസും ആർട്ടും പോയട്രിയും ഒക്കെ ഫിലോസഫി ആയിരുന്നു. നോളജ് എന്ന് പറയുന്നത് ഒറ്റൊരു സാധനമായിരുന്നു. നമ്മളിപ്പോൾ പിന്നെ ഫണ്ടിങ് ഏജൻസീസ് ഒക്കെ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്റ്റിന് മാത്രമാണ് പൈസ കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നെ അവിടുന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞത് ഇതെല്ലാം കൂടി എല്ലാവരും കൂടി ഒന്നിച്ച് പണിയെടുത്താൽ മാത്രമേ മീനിങ് ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ ആവാം. അപ്പോഴും ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് മാത്രമേ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കത് പറയാൻ പറ്റണം. നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് പറയാന്നുള്ളതിനപ്പുറത്ത് ഇതൊരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. സയൻസ് ആസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി, സയൻസ് ആസ് എ ആക്ഷൻ ഓഫ് സിവിലൈസേഷൻ, ആ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണം. ഹിസ്റ്ററി ഒന്നും നമ്മളെ ഒരു സിലബസിലും അങ്ങനെ മാൻഡേറ്ററി കാര്യമൊന്നും താല്പര്യമുള്ള മനുഷ്യർ എഫേർട്ട് എടുത്തിട്ട് വേറെ വായിച്ച് പഠിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണമല്ല, അത് ശരിക്കും അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസനേറ്റ് ചെയ്യണു. ഇത് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ നീൽ ഡിഗ്രീസ് ടൈസൺ കേട്ടിട്ടുണ്ടാവുമല്ലോ, another great storyteller in science. അപ്പോൾ പുള്ളി ഒരു ഇത് അരിസോണ യൂണിവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നു ഒരു ടോക്കിൽ പറഞ്ഞാണ്, സിമ്പോസിയത്തിൽ പറഞ്ഞാണ്. ഇതാണ് കോണ്ടെക്സ്റ്റ്. എന്താണ് പുള്ളി ഒരു സയൻറ്റിസ്റ്റ് ആർട്ടിസ്റ്റിന് എക്സ്പെക്റ്റ് ചെയ്യണത്. ഓക്കെ, അതിങ്ങനെ പറഞ്ഞു വരുന്നു. ആദ്യം ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, റിയാലിറ്റി അതേമാതിരി റെക്കോർഡ് ചെയ്യായിരുന്നു. ദെൻ കെയിം ഇംപ്രഷനിസം. ഇംപ്രഷനിസം വന്നപ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ദ ആർട്ടിസ്റ്റ് ഡു നോട്ട് ഹാവ് ടു റെപ്രസെൻറ്റ് റിയാലിറ്റി, ഹീ ക്യാൻ ഡു വാട്ട് ഹീ ഫെൽറ്റ് ലൈക്ക്. ഇങ്ങനെ പോയി അതിൻ്റെ ഫ്രീഡം. അങ്ങനെ പോയി അവസാനം ടോക്ക് എൻഡ് ചെയ്യണം ഇങ്ങനെയാണ്. ഇതാണ് ടൈസൺ പറഞ്ഞത്, എക്സാക്ട് സെൻറ്റൻസ് ഇഫ് ഐ റിമെമ്പർ റൈറ്റ്. In the case of an artist, I do not want the artist to represent reality, because for reality, I have my telescopes, right? Now, I want the artist to take me to places where my science cannot take me. Now, this is where art and humanities, is of immense importance. ഇത് വേറൊരു വിധത്തിൽ ഇയാളും നന്നായിട്ട് എവിടെയും ഞാൻ കേട്ടു, എനിക്കൊന്ന് സുനിൽ ലേഡാമെന്ന് തോന്നുന്നു, ഏതോ ഇൻ്റർവ്യൂവിലോ ഏതോ ടോക്കിലോ പറഞ്ഞാണ് ഇതായിരുന്നു പുള്ളി ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻ. എന്തിന് ഞാൻ കഥ വായിക്കണം, ഫിക്ഷൻ വായിക്കണം, മെയ്ഡ് അപ്പ് തിങ്സ്, ഫാക്ട്സ് മാത്രം വായിച്ചാൽ പോരെ? പുള്ളി പറഞ്ഞ ഉത്തരം ഇതാണ്, ഒറ്റ ലൈനേ ഉള്ളൂ, ബ്യൂട്ടിഫുൾ ആൻസർ. കഥ ഫിക്ഷൻ വായിക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നു. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. We are too much obsessed with ourselves, right? Yeah, that's it. Yeah. ഫാൾസിഫയബിലിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെസ്റ്റബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മോഡലിൻ്റെ ആക്യുറസിയാണ് എസെൻഷ്യലി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഫിസിക്കൽ സയൻസസിൽ ചെയ്യുമ്പോഴും സോഷ്യൽ സയൻസസിൽ ചെയ്യുമ്പോഴും മോഡലിങ്ങിന് കോംപ്ലക്സിറ്റി വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഈ സ്റ്റെം റിസർച്ചിന് മാത്രം ഫണ്ടിങ് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ അറിവിൻ്റെ മേഖലകൾക്കും ഈ ഫാൾസിഫയബിൾ മോഡലുകളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രഷറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫണ്ടിങ് വരുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വാക്സിനേഷൻ്റെ സക്സസിനെ കുറിച്ച് ഒരു സയൻറ്റിസ്റ്റ് പറയുമ്പോൾ 99% എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ, സക്സസ് റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. സോഷ്യൽ സയൻസിൽ നമ്മൾ പ്രോബബിലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുമ്പോൾ
30 കുടുംബങ്ങൾ ദാരിദ്ര്യരേഖയുടെ താഴെ തന്നെ കഴിയുമായിരിക്കാം. 100 കുടുംബങ്ങൾ നിങ്ങൾ പോവർട്ടിയിൽ അപ്ലിഫ്റ്റിന് ശ്രമിക്കുമ്പോൾ 95 കുടുംബങ്ങൾ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ 99% സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറയും. ഇപ്പോൾ ഈ പ്രോബബിലിസ്റ്റിക് സംസാരത്തിൽ നമുക്ക് ചില ആളുകൾ ഇൻവിസിബിളായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സയൻസിൽ ഇത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ സക്സസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡോക്ടർ ഒരു സോഷ്യൽ പോളിസിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുകൾ മനുഷ്യരാണ് എന്നുള്ളത് പലപ്പോഴും മറന്നു പോവുകയും ഈ വിഷയത്തിൽ അവർ ആധികാരികതയോടുകൂടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതും കൂടെ പോസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പോസ്റ്റ് ട്രൂത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്പെർട്ടീസ് ഇല്ലാത്ത വിഷയത്തിൽ നമ്മൾ ആധികാരികമായി സംസാരിക്കുന്നുള്ളത്. അത് ശാസ്ത്രത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. പക്ഷേ ഇതൊരു ലാർജർ ട്രെൻഡായി നിലനിൽക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെം മാത്രം മതി എന്നൊരു തോന്നലിലേക്ക് വരുന്നത് കൊണ്ട് എല്ലാ അറിവിൻ്റെ മേഖലകളും, ഇപ്പം ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇൻ്റർസെക്ഷനാലിറ്റിയെക്കുറിച്ചുള്ള അക്നോളജ്മെൻറ്റുകളെല്ലാം തന്നെ മറന്നുകൊണ്ട് പ്യുവർലി ഡേറ്റ നമ്പേഴ്സ് മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, റോളിങ് ബാക്ക് ടു ബിക്കോസ് ഇപ്പോൾ കണക്റ്റ് ആയില്ലേ പോളിസി വേബിലിറ്റി. അപ്പോൾ ഈ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ എല്ലാ പ്രോബ്ലം സ്പേസിനെയും ഈ എനിക്ക് തോന്നുന്നത് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ക്രിയേറ്റിവിറ്റിയുമായിട്ടും കണക്റ്റഡ് ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്, അതിൻ്റെ ഫേർദർ ആക്യുറസിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈംസിൽ നമ്മളിപ്പം വാല്യൂ അങ്ങനെ നോക്കി മാത്രമല്ല, പക്ഷേ ഒരു വിഷൻ, ഒരു കുറച്ചും കൂടി നമ്മൾ സൊസൈറ്റൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വരുത്തുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഫോൾസിഫയബിലിറ്റിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റ് കുറച്ചൊന്ന് ടച്ച് ചെയ്യാമായിരുന്നല്ലോ. എന്താ വെച്ചാൽ ഫോൾസിഫയബിലിറ്റി ഒരു അപ്രമാദിത്വം ഒരു മേഖലയ്ക്ക് നൽകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ. ഇപ്പം നിങ്ങൾ സംസാരിച്ചവരങ്ങനെ വിചാരിക്കുന്നതല്ലേ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെ ഒരു തോന്നലാണ് നമ്മളുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും അത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ പോളിസി മേഖലയിൽ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ചില പ്രവണതകൾ ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പം റാൻഡമൈസ് കൺട്രോൾ ട്രയൽസിന് നോബൽ പ്രൈസ് കിട്ടുന്നതോടുകൂടി നമുക്ക് ഒരു വിഭാഗം ആളുകളെ, അതായത് നമ്മൾ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റും കൺട്രോളുമാണ്. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് എ സെറ്റ് ഓഫ് പീപ്പിൾ പുവർ, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗിവ് ദം മീൽ വൺസ് എ ഡേ. അപ്പോൾ ഒരു ലാബ്രാറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് പോലും ഒരു ആക്സെപ്റ്റബിൾ വേ ഓഫ് സ്റ്റഡിയിങ് ആൻഡ് റിസർച്ച് ആയിട്ട് ചെയ്യാവുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോസൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഫാൾസിഫയബിൾ ഹൈപ്പോത്തസിസ് അവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് ഓക്കെ ദിസ് ഇസ് സക്സസ്, ദിസ് ഇസ് ഫെയിലിയർ എന്ന് പറയാം. അപ്പോൾ ആൻഡ് ദെൻ ദിസ് ഇസ് എൻ ആക്സെപ്റ്റബിൾ പോളിസി വിച്ച് ഇസ് ഓൾസോ കോൾഡ് എവിഡൻസ് ബേസ്ഡ് പോളിസി. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻഫോംഡ് ആവുമായിരുന്നു എന്ന് തോന്നി. അത്രയേ ഉള്ളൂ. താങ്ക് യു. അതിനോടുള്ള പ്രതികരണം ഒന്ന്, ഞാൻ ആ ഫാൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യൂണിവേഴ്സൽ കാര്യം എന്നുള്ള രീതിയിലല്ല പറഞ്ഞു, ഞാനൊരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞതാണ്. വാൾട്ട് വിറ്റ്മാൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അതായത് സയൻറ്റിഫിക് സ്പിരിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇറ്റ്സ് എൻ ഓപ്പൺ കണ്ടീഷൻ. ഐ മീൻ യു ആർ ഓപ്പൺ ടു അതർ ആർഗ്യുമെൻറ്റ്സ്, യു ആർ ഓപ്പൺ ടു കൗണ്ടർ എവിഡൻസസ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അതൊരു ഫാൾസിഫയബിലിറ്റി ഒരു രീതിശാസ്ത്രം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് സുപ്പീരിയർ മെറിറ്റ് എന്നുള്ള രീതിയിൽ അതിനെ കാണണം എന്നുള്ളൊരു അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. രാജേഷ് പറഞ്ഞതോടെ ഞാൻ യോജിക്കുന്നു. ഈ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഈ സയൻസിൻ്റെ മെത്തഡോളജി എസ് സച്ച് അതുപോലെ ഒരു ബൈനറി പോലെ എടുത്ത് ഉപയോഗിക്കുന്നതിനകത്ത് വലിയ നീതികേടുണ്ട്. അത് ശരിയാണ്. കാരണം ഈ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ ബൈനറിൻ്റെ ഉള്ളിൽ വരാത്ത ആളുകൾ അതിനകത്ത് എക്സ്ക്ലൂഡഡ് ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നു. അത് വലിയൊരു വിഷയമാണ്. ഞാൻ അതിനകത്ത് അത്ര എഡ്യൂക്കേറ്റഡ് അല്ല, എനിക്കതിനെപ്പറ്റി പറയുന്നതിന് പരിമിതിയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സയൻസ് കമ്മ്യൂണിക്കേഷൻ, സയൻസ് എഡ്യൂക്കേഷനിലോട്ടൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും കലയെ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സയൻസിൻ്റെ ഒരു സൗന്ദര്യം കുറച്ചുകൂടി എത്തിക്കാനും, അപ്പോൾ അതിലൂടെ സയൻസ് പഠിക്കാൻ കുറച്ചുകൂടി താല്പര്യം ഉണ്ടാക്കാനും, പിന്നെ സയൻസും കലയും തമ്മിലുള്ള ആ ഒരു ബന്ധം
കുറച്ചുകൂടി മനസ്സിലാക്കി കൊടുക്കാനൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു സ്റ്റേജിലിരുന്ന് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക സ്കൂൾ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും ഒക്കെ കഴിഞ്ഞ ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് കരിക്കുലത്തിലേക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ എത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴും സയൻസ് ഒരു വഴിക്കും ആർട്സ് വേറൊരു വഴിക്കും ഹ്യൂമാനിറ്റീസ് വേറൊരു വഴിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സയൻസ് പലപ്പോഴും ബോറിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ പാഠപുസ്തകം എടുത്തു നോക്കിയാൽ പോലും വളരെ ഫാക്ട്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതെന്തിനു പറയുന്നു, എന്തിനു പഠിക്കുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ കലയിലൂടെ അല്ലെങ്കിൽ കലയെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. ഇതൊരു നെവർ എൻഡിങ് ഡിബേറ്റാണ്. പക്ഷേ ശ്രുതിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ശ്രുതി ഇതിനെക്കുറിച്ച് ആലോചിച്ച് കാണുമല്ലോ, അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇപ്പം നമ്മളുടെ ഈ പറയുന്ന കരിക്കുലത്തിൽ നമ്മൾ ഒരു കൺവെൻഷണൽ വേയിലാണല്ലോ പോകുന്നത്. അപ്പോൾ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ സയൻസ് അവർ ഒരിക്കലും ഇതിനെ എങ്ങനെ ആർട്ടുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സോഷ്യൽ സയൻസുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ വരുന്നു, മാത്സ് പഠിപ്പിച്ച് പോകുന്നു. സോ ഇതിന് എനിക്കറിയാം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ എന്തെങ്കിലും ഒരു പോളിസി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ചിന്തിച്ചുകൂടെ? ഇപ്പം സ്റ്റെം എന്ന് പറയുന്ന വാക്ക് പോലും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റീം എന്ന് പറയുന്ന വാക്ക് ഇറങ്ങിയിട്ടുണ്ട്, സ്ട്രീം എന്ന് പറയുന്ന പുതിയ വാക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റെം വെച്ചുണ്ട്. സോ അങ്ങനെ ലോകം മാറുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ സ്കൂൾ കരിക്കുലത്തിലേക്ക് കൂടി ഇത് കൊണ്ടുവന്നുകൂടാന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എങ്ങനെ നമുക്ക് പല വിഷയങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാം? അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സയൻസ് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കും ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. സയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളുടെയൊക്കെ തലമുറയിൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പോഴാണ്. പിന്നെ നമുക്കതിൽ എന്തെങ്കിലും താല്പര്യം തോന്നി മുന്നോട്ട് പോയി നമ്മൾ സ്വന്തമായിട്ട് വായിക്കുമ്പോഴാണ്. ഇതെന്തുകൊണ്ട് സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഞാൻ വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യുവർ സെൽഫ് സെറ്റ് സം വെരി ഗുഡ് പോയിന്റ്സ്. എനിക്ക് ഈ നേരത്തെ പറഞ്ഞ 1-2 പോയിന്റ്സുമായിട്ടും കൂടെ ബന്ധപ്പെടുത്തി പറയാം. ഈ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വി ആർ ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അപ്പോൾ അതിനകത്ത് എനിക്ക് കണ്ടിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, നമ്മുടെ അവിടെ പഠിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് സയൻസ് വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇത് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രുതി ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലാണ്, ലോവർ ലെവലിൽ. പക്ഷേ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ പുതിയ പാഠ്യപദ്ധതി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹ്യൂമാനിറ്റീസ്, ആർട്സ്, സ്പോർട്സ് കോഴ്സസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ക്ലാസ്സിലിരുന്ന് സയൻസ് പഠിച്ച് മതി, ഇനി നീ പോയി കുറച്ച് ഓട് അല്ലെങ്കിൽ കുറച്ച് പടം വരയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ക്രെഡിറ്റ്സ് അതിന് അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് കാണുന്നത്. അതിന് എക്സ്ട്രാ കരിക്കുലർ ക്രെഡിറ്റ്സ്, കോ കരിക്കുലർ ക്രെഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ വിളിക്കാറുണ്ട്. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കുറേ ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എവറിബഡി സ്ക്രാച്ചിങ് ദെയർ ഹെഡ് ടു സീ ഹൗ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് ഡൈല്യൂട്ടിങ് ദ റിഗർ ഓഫ് ദ കോഴ്സ് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഈ NEP എന്ന് പറയുന്നത് ഒരു ആസ്പിറേഷണൽ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സെൻറ്റർ ഫോർ ലേണിങ്ങും അത് അതിൻ്റേതായ രീതിയിലായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ ഡെഫിനറ്റ്ലി, അറ്റ്ലീസ്റ്റ് ഫ്രം മൈ എക്സ്പീരിയൻസ്, ഐ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എൻ എഫേർട്ട്, ദർ ഇസ് എ ജെനുവിൻ എഫേർട്ട് to bring in arts, humanities, aesthetics, sports, ഒരു ടോട്ടൽ വെൽബീയിങ് along with the pursuit of science and engineering. ഇനി റിവേഴ്സ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ആർട്സ് പഠിക്കുന്ന കുട്ടികളും അവർക്ക് ജനറൽ സയൻസ് കോഴ്സസ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. എത്ര പേര് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലാണ്. താഴേക്കിടയിൽ ഇതിൻ്റെ എല്ലാം ഒരു സിന്തസിസ് വേണം. അതിന് ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഒരിക്കൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം പറയാൻ, സമയം അധികം ഇല്ലയെന്നറിയാം. ഒരു CBSEയിൽ ഒരു 8ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതാണ് ആ ടോപ്പിക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽ ഡിവൈസസ്, കമ്പ്യൂട്ടർ, ഇതിൻ്റെ ബേസിക്സ് ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്തൊരു തിരുവനന്തപുരത്തുള്ളൊരു കുട്ടി പറഞ്ഞു, ഇത് വളരെ ബേസിക്കാണ്. അതായത് ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ LKG തൊട്ടേ ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ്, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ 8ാം ക്ലാസ്സിലത്തെ സിലബസിൽ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ CBSEയുടെ ഒരു കരിക്കുലം ഉണ്ടാക്കുന്ന ആ ഒരു കമ്മിറ്റി, they are not thinking about a student sitting in Bangalore or in Chennai or in Trivandrum. They are thinking about a student who is sitting in some remote part of India who probably does not have access to education or computer. അപ്പോൾ ഒരു സിലബസ്, ഒരു കരിക്കുലം, how do you roll it out for a country as diverse as ours? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് DPEP ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. വളരെ ഇന്നോവേറ്റീവായിട്ട് നമ്മളൊരു കരിക്കുലം റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലേ?
അപ്പോൾ ഇതൊക്കെ ഈ പോളിസി മേക്കേഴ്സിൻ്റെ മനസ്സിലുണ്ട് അവർ വെൻ ദേ റോൾ ഔട്ട് എ പോളിസി. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് വൺ സൊല്യൂഷൻ ഫോർ ദിസ്. ഇൻഡിവിജ്വൽ എഫേർട്ട് ഒരുപാട് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഒരു കൺവെൻഷണൽ ക്ലോക്ക് വർക്ക് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? അപ്പോൾ ക്ലോക്ക് വർക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്വാം വെയർ, കളക്റ്റീവ് ബിഹേവിയർ, റൈറ്റ്? വൈ ഡോണ്ട് യു ഡു ദിസ്? ഒരു ചാപ്റ്റർ എടുക്കുക, 10th-ലോ 8th-ലോ ഏതെങ്കിലും ഒരു ഫിസിക്സ് എനിക്ക് 10th നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, 8th വരെ ഇത് സയൻസ് അല്ലേ. ടേക്ക് 1 ചാപ്റ്റർ, ടേക്ക് ഒപ്റ്റിക്സ്. കാരണമുണ്ട്. എത്ര ഒപ്റ്റിക്സ് ബുക്കിൽ ഈ ഇറാനിയൻ സയൻറ്റിസ്റ്റ് അൽ ഹൈത്തത്തെ പറ്റി പറയേണ്ടത്? ഇറ്റ്സ് ഹൈഗൻസ് ഓർ മൈക്കൽസൺ മോർലി. ആ യൂറോസെൻട്രിക് ബയസ് ഇസ് ദെയർ. ടേക്ക് 1 ചാപ്റ്റർ, float it as an open source project. Palatum, I'm telling you, Palatum joins you. Rewrite the complete chapter, bring in the history part, bring in the social dimensions. This is theory matrayalla, bring in beautiful visualizations. Then let somebody teach it, and then that will show the result. Then the change can happen. Yeah. Break the rules, that's it, basically. Yeah. എനിക്ക് പറയാനുള്ളത് ശ്രുതി പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. പക്ഷേ ശ്രുതി പറഞ്ഞതിൻ്റെ എതിരെയല്ല. ഇപ്പം നമ്മൾ കാണുന്ന മിക്ക ഓൺലൈൻ സയൻസ് വീഡിയോസിലും BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്വൽ എഫക്ട്സും ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോസ് ശരിക്കും ആ കൺസെപ്റ്റിൻ്റെ ആ ഒരു എന്താണ് അതിലെ BGM-ഉം വിഷ്വൽ എഫക്റ്റും നമ്മൾ മാറ്റിയാൽ അതിൽ ബാക്കിയുള്ള റെസിഡ്യൂ ഇറ്റ് ഈസ് സംതിങ് ഓഫ് ദി പ്യൂറസ്റ്റ് നേച്ചർ. അതിൻ്റെ ഒരു പൊടിക്കൊരു ഗ്ലിംസ് ആണ് എനിക്ക് ലൈഫ് മൊത്തം സയൻസ് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ തന്നത്. അപ്പോൾ അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ആ ഒരു നമ്മളെ BGM-ഉം വിഷ്വൽ എഫക്റ്റും മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഒരു സാധനം ഉണ്ടായില്ല, ആ ഒരു എന്ത് കൺസെപ്റ്റ് ആണെങ്കിലും. അപ്പോൾ അതൊരു പ്യൂറസ്റ്റ് നേച്ചർ സാധനമാണ്. അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ആ മ്യൂസിക്കോ അതെല്ലാം പക്ഷേ ഒരിക്കലും അത് തെറ്റായല്ല പറഞ്ഞത്. അതെനിക്കൊരു പേഴ്സണലാണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു പ്യൂറസ്റ്റ് നേച്ചർ സാധനമാണ് മോട്ടിവേറ്റ് ചെയ്യണം. ചിലർക്ക് ആ ഒരു BGM-ഉം വിഷ്വൽ എഫക്റ്റ് ആയിരിക്കാം. അത് ജസ്റ്റ് പറയാൻ. അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് അത് എതിരെയല്ല, അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് നന്ദി. അപ്പോൾ സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ ഒരു സെഷൻ അങ്ങനെ കൺക്ലൂഷൻസ് ഇല്ല, കാരണം ഇതൊരു ഓപ്പൺ ഡിസ്കഷനാണ്, ഒരു ഇവോൾവിങ് ഡിസ്കഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊക്കെയാണ് കൺക്ലൂഡിങ് പോയിന്റ്സ് എന്ന് പറയുന്നില്ല. വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന വളരെ സജീവമായി ഇടപെട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.